അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ അഗെയിൻ. നമ്മൾ ആദ്യ വാർത്തയിലേക്ക് പോകുന്നത് സാമ്പത്തിക വ്യവഹാരത്തിൽ കേരളം ഒരു പോരാട്ടത്തിലാണ്. അത് സുപ്രീം കോടതിയിലാണ്. കേരളത്തിന് ആശ്വാസമാകുന്നു വീണ്ടും കോടതി. സാമ്പത്തിക പ്രതിസന്ധിയിൽ കേരളത്തിന് പ്രത്യേക പരിഗണന നൽകാൻ സുപ്രീം കോടതി നിർദ്ദേശം. ഒറ്റത്തവണ പാക്കേജ് അനുവദിച്ചുകൂടെ എന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചു. കേരളത്തിന് എത്ര തുക അടിയന്തരമായി നൽകാൻ കഴിയും എന്ന് നാളെ അറിയിക്കാൻ കേന്ദ്രത്തോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. പ്രഖ്യാപിച്ച 13,600 കോടി രൂപ സഹായത്തിൽ 8,000 കോടി രൂപ ഇതുവരെ സംസ്ഥാനത്തിന് നൽകിയതായി കേന്ദ്രം കോടതിയെ അറിയിച്ചു. 32,432 കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാൻ കഴിയുക എന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ അറിയിച്ചു. ഇതിൽ നിന്ന് വ്യത്യസ്തമായി 34,230 കോടി രൂപ ഇതിനകം കടമെടുത്തു കഴിഞ്ഞു. ഏതാണ്ട് പൂർണ്ണമായ തുകയ്ക്കപ്പുറം കൈപ്പറ്റിയ ശേഷമാണ് സുപ്രീം കോടതിയിൽ കേരളം ഹർജി സമർപ്പിച്ചത്. ഊർജ്ജ മേഖലയിലെ പരിഷ്കാരങ്ങൾക്കായുള്ള വായ്പ ഒഴിവാക്കിയുള്ളതാണ് സംസ്ഥാനത്തിന്റെ കണക്ക്. ഇതുകൂടി കൂട്ടിയാൽ കേരളത്തിന്റെ വായ്പാ പരിധി ഈ വർഷം 48,049 കോടിയാകുമെന്നും കേന്ദ്രം വ്യക്തമാക്കി. കടമെടുപ്പ് പരിധി പ്രകാരമുള്ള 11,731 കോടി രൂപയ്ക്ക് പുറമെ 2,000-ഓളം കോടി രൂപയടക്കം 13,608 കോടി രൂപയാണ് ഉടൻ സംസ്ഥാനത്തിന് ഇനി നൽകാൻ സാധിക്കുക. കേന്ദ്രത്തിന്റെ വാദങ്ങളെ ശക്തമായി സംസ്ഥാനം ഖണ്ഡിച്ചു. നിയമാനുസൃതം കേരളത്തിന് 11,731 കോടി ഈ ഘട്ടത്തിൽ വായ്പയെടുക്കാം. എന്നാൽ 24,000 കോടി രൂപ വായ്പയെടുക്കാൻ അടിയന്തരമായി അനുവദിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. കേരളത്തിന് അടുത്ത 10 ദിവസത്തിനുള്ളിൽ എന്ത് സഹായം ചെയ്യാൻ കഴിയുമെന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് ചോദിച്ചു. കേരളത്തിന് എത്ര തുക നൽകാൻ കഴിയുമെന്നതിൽ വ്യക്തത വേണം. ഇതേക്കുറിച്ച് ആലോചിച്ച് നാളെ അറിയിക്കാൻ കോടതി ആവശ്യപ്പെട്ടു. ഒറ്റത്തവണ ആശ്വാസ പദ്ധതി സംസ്ഥാനത്തിനായി പരിഗണിച്ചുകൂടെ എന്നും കേന്ദ്രത്തോട് സുപ്രീം കോടതി ചോദിച്ചു. സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധി ഉയർത്താനുള്ള തടസ്സമെന്താണ് എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. രഘുനന്ദനൻ തിരുവല്ലോരം പറഞ്ഞു. ഇപ്പോൾ പല കാര്യങ്ങളിലും സുപ്രീം കോടതി ശരിയുടെ ഭാഗത്ത്, ഇത് ജനങ്ങൾക്കും സർക്കാരിനും ആശ്വാസം. രഘുനന്ദനൻ തിരുവല്ലോരം പറയുകയാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണ് നമുക്ക് ആശ്രയിക്കാനുള്ള അവസാന വാതിൽ എന്ന് പറയുന്നത് പരമോന്നത നീതിപീഠത്തിന്റെ വാതിലാണ്. ആശ്രയമായ ആ വാതിൽ നിലനിൽക്കട്ടെ. പൗരത്വത്തിൽ പ്രതിഷേധം പലവിധം. പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ കേന്ദ്രം പുറത്തിറക്കി. കേന്ദ്ര സർക്കാരിനെതിരെ, കേന്ദ്ര നീക്കത്തിനെതിരെ രാജ്യവ്യാപക പ്രതിഷേധം ശക്തമാണ്. അസമിൽ പ്രതിഷേധക്കാർ വിജ്ഞാപനത്തിന്റെ പകർപ്പുകൾ കത്തിച്ചു. പൗരത്വ നിയമം നടപ്പാക്കുന്നതിനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെയാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള വെബ് പോർട്ടൽ ആഭ്യന്തര മന്ത്രാലയം തയ്യാറാക്കിയത്. ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് online.nic.in എന്ന വെബ്സൈറ്റിലൂടെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അപേക്ഷിക്കാം. 2014 ഡിസംബർ 31 മുൻപ് ഇന്ത്യയിൽ അഭയാർത്ഥികളായി എത്തിയ ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, ബുദ്ധ, പാഴ്സി മതക്കാർക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാനാവുക. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ സർക്കാരുകൾ നൽകുന്ന പാസ്പോർട്ടിന്റെ പകർപ്പ്, ID കാർഡിന്റെ പകർപ്പ്, ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ കോളേജ് സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് അപേക്ഷിക്കാനാവുക. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കിയതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് രാജ്യത്തുടനീളം ആരംഭിച്ചത്. ഗുവാഹത്തിയിൽ ഓൾ അസം സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തകർ CAA പകർപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. രാജ്യവ്യാപകമായി ക്യാമ്പസുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് MSFും അറിയിച്ചിട്ടുണ്ട്. പ്രതിഷേധവുമായി മറ്റ് വിദ്യാർത്ഥി സംഘടനകളും രംഗത്തുണ്ട്. 24, ഡൽഹി. സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നു. അർഹതപ്പെട്ടത് തന്നെ എന്ന് പറയുന്നു. വാസു CK പറയുന്നു. നമ്മൾ നേരത്തെ തന്നെ പറയുന്നതാണ്, ഇത് സംസ്ഥാനത്തിന് ന്യായമായി കിട്ടേണ്ട പണം തന്നെയാണത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് നികുതി പിരിക്കുന്ന പണത്തിൻ്റെ വിഹിതം ചോദിക്കണം, അല്ലാതെ എന്തെങ്കിലും സൗജന്യം സംസ്ഥാനം ചോദിക്കുന്നതല്ല. അത് സുപ്രീം കോടതിയിലേക്കൊക്കെ വ്യവഹാര വഴി പോകേണ്ടി വരുന്നു എന്ന് പറയുന്നത് ദൗർഭാഗ്യകരമാണ്. എന്തായാലും കോടതി വിധി സ്വാഗതാർഹമെന്ന് വാസു AK പറയുന്നതിനോട് യോജിക്കുകയുമാണ്. ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ പല വിഷയങ്ങളിൽ, പല കാര്യങ്ങളിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയും തുടരുക. മഴയുടെ ലക്ഷണം വല്ലതും ഉണ്ടോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു. തൽക്കാലം ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. മഴ പെയ്യട്ടെ, കൊടുംചൂടാണ്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. നിലവിൽ കോടതിയിലുള്ള ഹർജി പരിഗണിക്കണോ, പുതിയ ഹർജി നൽകണോ എന്ന കാര്യത്തിൽ സർക്കാർ നിയമവശങ്ങൾ പരിശോധിച്ചു വരികയാണ്. ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്തിമ തീരുമാനമുണ്ടാവുക. അതേസമയം സുപ്രീം കോടതിയിൽ ശക്തമായ നിയമ പോരാട്ടം നടത്തുമെന്ന് മുസ്ലിം ലീഗും DYFIയും അറിയിച്ചു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അപ്പോൾ എന്തായാലും പോലീസിനെതിരെ ഹർജി നൽകിയ എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മൃതദേഹവുമായുള്ള പ്രതിഷേധം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയല്ലേ എന്ന് ചോദിക്കുന്നു കോടതി. കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകളെടുത്ത് പോലീസ് പീഡിപ്പിക്കുകയാണെന്ന് ആരോപിച്ചാണ് മുഹമ്മദ് ഷിയാസ് ഹൈക്കോടതിയെ സമീപിച്ചത്.
കോതമംഗലത്ത് കാട്ടാന ചവിട്ടിക്കുന്ന വയോധികയുടെ മൃതദേഹവുമായി നടത്തിയ പ്രതിഷേധത്തിലാണ് മുഹമ്മദ് ഷിയാസിനെതിരെ വിമർശനം. മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്തുകൊണ്ടുപോയത് അനുവാദമില്ലാതെയല്ലേ എന്ന് കോടതി ചോദിച്ചു. പ്രതിഷേധം രാഷ്ട്രീയ നേട്ടത്തിനല്ലേ എന്നും കോടതിയുടെ ചോദ്യം. പ്രതിഷേധത്തെ തുടർന്ന് ഷിയാസ് അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. എന്നാൽ ഈ കേസുകൾ തന്നെ പീഡിപ്പിക്കാനാണെന്ന് ചൂണ്ടിക്കാണിച്ച ഷിയാസ് നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതി വിമർശനം ഉന്നയിച്ചത്. ഹർജി നൽകിയതിലും കോടതി അഭിപ്രായ വ്യത്യാസം പ്രകടമാക്കി. പോലീസ് ഉപദ്രവിക്കുന്നുവെന്ന് ഹർജി നൽകുന്നതിന് പകരം കേസുകൾ റദ്ദാക്കാൻ ആവശ്യപ്പെടുകയല്ലേ വേണ്ടതെന്ന് കോടതി ചോദിച്ചു. ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. 24 കൊച്ചി. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാറുണ്ട് സംസ്ഥാന സർക്കാർ. ഇപ്പോഴുള്ള ഹർജി എന്താണ്, അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് പരിഗണിക്കണോ അതോ പുതിയ ഹർജിയുമായി പോകണോ എന്ന കാര്യത്തിലടക്കമാണ്. മാത്രമല്ല സംസ്ഥാന വിവിധ രീതിയിൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി, യൂത്ത് ലീഗിൻ്റെ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി. ഇന്ന് രാത്രി എല്ലാ 140 നിയമസഭാ മണ്ഡലങ്ങളിലും നൈറ്റ് മാർച്ച് എന്ന് പ്രഖ്യാപിക്കുന്നു യൂത്ത് ലീഗ്. അങ്ങനെ എല്ലാ പ്രതിപക്ഷ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ BJP ഇതര പാർട്ടികളൊക്കെയും പ്രതിഷേധ മുഖത്താണ്. വാർത്തയിലേക്ക്. പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ ആദ്യ പിണറായി സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തർക്കത്തിലിടപെടാൻ സുപ്രീം കോടതിക്ക് അനുമതി നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം 131 പ്രകാരമാണ് ഹർജി ഫയൽ ചെയ്തിരുന്നത്. തുല്യത ഉറപ്പുവരുത്തുന്ന ഭരണഘടനയുടെ അനുച്ഛേദം 14 നഗ്നമായ ലംഘനമാണ് പൗരത്വ നിയമമെന്നായിരുന്നു സർക്കാരിന്റെ പ്രധാന വാദം. ഈ ഹർജി വീണ്ടും മെൻഷൻ ചെയ്യണമോ അതോ പുതിയ ഹർജി നൽകണമോ എന്ന കാര്യത്തിൽ നിയമവശങ്ങൾ പരിശോധിക്കുകയാണ് സർക്കാർ. ഇതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ കോടതിയെ സമീപിക്കും. പൗരത്വ ഭേദഗതി നിയമ വിഷയത്തിൽ കോൺഗ്രസിന് ആത്മാർത്ഥതയില്ലെന്ന LDF കൺവീനർ EP ജയരാജൻ. ഭരണഘടനയോടുള്ള വെല്ലുവിളിയെ നിയമപരമായി നേരിടാനാണ് DYFI തീരുമാനം. വരും ദിവസങ്ങളിലും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാനുള്ള ഈ നീക്കത്തിനെതിരെ, ഈ ഡിവൈസീവ് പൊളിറ്റിക്സിനെതിരെ ശക്തമായ പ്രതിഷേധം DYFI ഉയർത്തുമെന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. രണ്ടാമത്, ഇതോടൊപ്പം തന്നെ നിയമവിദഗ്ധരുമായി ചർച്ച ചെയ്ത് സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് DYFI ആലോചിക്കുന്നുണ്ട്. നിയമം സംസ്ഥാനങ്ങൾ നടപ്പാക്കില്ല എന്നത് ആശ്വാസകരമാണെന്നും യോജിച്ചുള്ള സമരം വേണമോ എന്നത് ആലോചിച്ച് തീരുമാനിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. സംസ്ഥാന ഗവൺമെന്റുകൾ അങ്ങനെ പറയുന്ന കാര്യം നല്ല തന്നെ. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകളെ മറികടന്നുകൊണ്ടുള്ള സമിതിയാണുള്ളത്. അതാണ് വിഷയം. നമ്മൾ ഫലപ്രദമായിട്ട് ഈ കാര്യത്തെ എങ്ങനെ ചെറുക്കാൻ കഴിയും എന്നാ നോക്കേണ്ടത്. പ്രക്ഷോഭത്തിലെല്ലാവരും ഉണ്ട്. പ്രക്ഷോഭത്തില് BJP അല്ലാത്ത എല്ലാവരും ഉണ്ടാവും. വിജ്ഞാപനം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും ആവശ്യപ്പെട്ടു. കേരളത്തിലും പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാവുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും പ്രതികരിച്ചു. ആരുടെയും പൗരത്വം എടുത്തുകളയുന്നതിന് വേണ്ടിയല്ല, മതത്തിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെടുന്ന, ആട്ടിയോടിക്കപ്പെടുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും ഈ രാജ്യത്ത് പൗരത്വം സ്വീകരിക്കണമെങ്കിൽ അതിനുള്ള അവകാശമാണ്. അല്ലാതെ നിലവിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നിയമമല്ല ഇത്. കേന്ദ്ര നീക്കത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരത്ത് LDF AG's ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ തുടരുകയാണ്. 24 തിരുവനന്തപുരം. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്നത് അത് ഭരണഘടനാ വിരുദ്ധമായ നിയമമാണെന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ മതാടിസ്ഥാനത്തിൽ പൗരത്വം എന്നുള്ളത് രാജ്യം ചരിത്രത്തിൽ ഇന്നേ വരെ അങ്ങനെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല. അങ്ങനെ നീക്കം ഉണ്ടാവുന്നത് രാജ്യത്തിൻ്റെ മതേതരത്വം എന്ന് പറയുന്ന ഭരണഘടന അനുശാസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാല്യൂവിനെ തകർക്കലാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് അടക്കം അത് ഉറപ്പായും പോകും, വ്യവഹാര വഴിയിലേക്ക് പോകും. അത് അങ്ങനെ പുരോഗമിക്കട്ടെ. അതിനിടയിലാണ് തെരഞ്ഞെടുപ്പ് ഈ ധ്രുവീകരണ നീക്കങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ. അപ്പോൾ അത് കുറച്ചുകൂടി ചൂടോടുകൂടിയ പ്രതിഷേധങ്ങൾ തുടരും എന്ന കാര്യത്തിൽ തർക്കമില്ല. വൈശാഖം പറയുകയാണ്, 530/2019 ലിസ്റ്റിൽ നിന്നും ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ജോലി കിട്ടില്ല എന്ന് മനസ്സിലായി. വീണ്ടും ഈ ചൂടത്ത് വെൽഡിംഗ് പണിക്ക് ഇറങ്ങി എന്ന് വൈശാഖ് പറയുകയാണ്. അത്രത്തോളം നമ്മുടെ CPO റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യമൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്. അത്രത്തോളം ഉദ്യോഗാർത്ഥികൾ ചൂടെന്നോ മഴയെന്നോ നോക്കാതെ പ്രതിഷേധ മുഖത്താണ്. ജോലി അവർക്ക് ആവശ്യമുണ്ട്. ഹരിയാനയിൽ BJPയുടെ നിർണായക രാഷ്ട്രീയ നീക്കം. മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ രാജിവെച്ചു. BJP ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനാണ് നീക്കം. മനോഹർലാൽ ഖട്ടർ തന്നെ പുതിയ സർക്കാരിനെ നയിച്ചേക്കും. ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ഉണ്ടാകും. 5 JJP MLAമാർ BJPക്കൊപ്പം എന്നാണ് റിപ്പോർട്ടുകൾ. ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാനുള്ള ഭൂരിപക്ഷം ഹരിയാനയിൽ BJPക്കുണ്ട്. അച്യുതൻ വിവരണം. അച്യുതൻ, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുക, അങ്ങനെയാണല്ലോ. എന്തുകൊണ്ടാണ് ആ ഒരു ട്വിസ്റ്റ് ഹരിയാനയിൽ സംഭവിക്കുന്നത്? ഹാഷ്മി, ഈ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങളാണ് ഈ BJP JJP സഖ്യം ആ ഒരു തർക്കത്തിലേക്ക് എത്തിയത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ആ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ സർക്കാർ രൂപീകരിക്കുവാനുള്ള നീക്കങ്ങൾ BJP നടത്തുന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മനോഹർലാൽ ഖട്ടറിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത്. ഇനി ഒപ്പം തന്നെ ഗവർണറോട് സർക്കാർ രൂപീകരിക്കുവാനുള്ള എല്ലാ തരത്തിലുള്ള പിന്തുണയും ഏതാണ്ട് 5 സ്വതന്ത്ര MLAമാരുടെ പിന്തുണ ഉണ്ട് എന്നുള്ളതായാണ് നിലവിൽ അറിയിച്ചതായുള്ള സൂചനകൾ.
അങ്ങനെയെങ്കിൽ ഈ BJP-യുടെ സർക്കാർ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ചണ്ഡീഗഡ് കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നത്. കേന്ദ്രമന്ത്രിയായിട്ടുള്ള അർജുൻ മുണ്ടയും BJP-യുടെ ജനറൽ സെക്രട്ടറി തരുൺ ചുങ്കും ഹരിയാനയിൽ തുടരുകയാണ്. ഇപ്പോഴും നിർണായക ചർച്ചകൾ ഇത് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അടുക്കും തവണയായി 2014-ലും 2019-ലും BJP-ക്ക് മുഴുവൻ സീറ്റുകളിലും വിജയിക്കാനായി. എന്നാൽ ഇത്തവണ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ സർക്കാരിന് മുന്നിൽ BJP-ക്ക് മുന്നിൽ കർഷക സമരവും ഗുസ്തി പ്രതിഷേധവും അടക്കം തിരിച്ചടിയായി നിൽക്കുന്ന ഒരു ഘട്ടമാണുള്ളത്. ഇതിന്റെ ഇടയിൽ കൂടിയാണ് ഇത്തരമൊരു നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾ കൂടി BJP നടത്തുന്നത്. എന്തായാലും ഇപ്പോഴും എന്താണ് BJP ലക്ഷ്യമിടുന്നുള്ളത് അവ്യക്തമായി തുടരുന്നുണ്ട്. മനോഹർലാൽ ഖട്ടർ സർക്കാർ ഒന്നാകെ രാജിവെച്ച് മനോഹർലാൽ ഖട്ടർ ആദ്യം രാജിവെക്കുമ്പോൾ കരുതിയത് ലോക്സഭയിലേക്ക് മത്സരിക്കാനാണ് എന്നുള്ളതാണ്. പക്ഷേ അപ്പോൾ തന്നെ വാർത്ത വരുന്നു ഖട്ടർ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുഖത്ത് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ JJP വേണ്ട, ഒറ്റയ്ക്ക് മതി എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയ നീക്കങ്ങളാണ്, അത് അല്പസമയത്തിനകം വ്യക്തമാവുകയും ചെയ്യും. ഇവിടെ വാസു CK പറയുന്നു പൗരന്മാരെ മതത്തിൻ്റെ പേരിൽ വേർതിരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നു. എന്താണ് CA അനുകൂലിക്കുന്ന കമൻറ്റുകളും പ്രേക്ഷകർ പറയുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും അതുകൊണ്ടാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ഈ മതം മാനദണ്ഡമാകുന്നതാണ് ഭരണഘടനാ വിരുദ്ധം എന്ന് പ്രതിപക്ഷം പറയുന്നത്. കാത്തിരുന്നാണ് ഞാൻ നേരത്തെ പറയുന്നത് പോലെ അതിന് വ്യവഹാര വഴികളൊക്കെ ഉണ്ടല്ലോ. ജലീഷ് ജോൺ പറയുന്നു കോട്ടയം ജില്ലയിൽ കറുകച്ചാലിനടുത്ത് കങ്ങഴയിൽ നേരിയ തോതിൽ മഴ ലഭിച്ചു, ഭാഗ്യവാന്മാർ. കോൺഗ്രസിൻ്റെയും BJP-യുടെയും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പ്രഖ്യാപിക്കും. കോൺഗ്രസ് 40 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. മുൻ മുഖ്യമന്ത്രിമാർ സ്ഥാനാർത്ഥികളായേക്കില്ല. രാജസ്ഥാനിൽ കോൺഗ്രസ് CPIM സീറ്റ് വിഭജനം പൂർത്തിയായി. നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ആകാംക്ഷകൾ എന്തൊക്കെയാണ് കോൺഗ്രസിൻ്റെയും BJP-യുടെയും? ഹാഷ്മി, ഇന്ന് വൈകിട്ടോടു തന്നെ കോൺഗ്രസിന്റെയും BJP-യുടെയും രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും. ഇതിൽ മുൻ മുഖ്യമന്ത്രിമാർ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പകരം കമൽനാഥിനും അശോക് ഗെഹ്ലോട്ട് എന്നിവർ മത്സരിക്കില്ല. അതേസമയം തന്നെ കമൽനാഥിന്റെ മകൻ നകുൽനാഥ് ചിന്ദ്വാര മണ്ഡലത്തിൽ മത്സരിക്കും. അശോക് ഗെഹ്ലോട്ടിന്റെ മകൻ വൈഭവ് ഗെഹ്ലോട്ട് രാജസ്ഥാനിലെ ജലോറ മണ്ഡലത്തിൽ മത്സരിക്കും. ചിന്ദ്വാര മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നകുൽനാഥ് തന്നെയായിരുന്നു വിജയിച്ചത്. എന്തായാലും മുതിർന്ന നേതാക്കളായ ദിഗ്വിജയ് സിംഗ്, അതോടൊപ്പം ഹരീഷ് റാവത്ത്, സച്ചിൻ പൈലറ്റ് എന്നിവർക്കും ഇത്തവണ ടിക്കറ്റ് ഉണ്ടാകില്ല. നേരത്തെ ഹൈക്കമാൻഡ് തീരുമാനം മുൻ മുഖ്യമന്ത്രിമാരും മുതിർന്ന നേതാക്കളും മത്സരിക്കട്ടെ എന്നാണ്. പക്ഷെ പിന്നീടാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഇത്തരത്തിൽ മുതിർന്ന നേതാക്കൾ മത്സരത്തിൽ ഉണ്ടാകില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നത്. എന്തായാലും വൈകിട്ടോട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. ഇന്നലെ 62 സീറ്റുകളിലാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ചർച്ച നടന്നത്. അതിൽ നിന്ന് 40 സീറ്റുകളിൽ പ്രഖ്യാപിക്കും. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, ഹരിയാന, ഉത്തരാഖണ്ഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ 40 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാകും പ്രഖ്യാപിക്കുക. അതോടൊപ്പം തന്നെ BJP-യുടെ സസ്പെൻസ് സ്ഥാനാർത്ഥി പട്ടികയും ഇന്ന് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 100-ലധികം സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. അതേസമയം തന്നെ രാജസ്ഥാനിലെ ഇന്ത്യ സഖ്യം ഇപ്പോൾ കൂടുതൽ വിപുലമായിരിക്കുകയാണ്. കോൺഗ്രസിനൊപ്പം ഇപ്പോൾ CPIM ഒരു സീറ്റിൽ മത്സരിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഭാരതീയ ആദിവാസി പാർട്ടി കൂടാതെ ഹനുമാൻ ബലിവാളിന്റെ പാർട്ടിയും ഇത്തരത്തിൽ ഓരോ സീറ്റും മത്സരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോക് താന്ത്രിക് പാർട്ടി നേരത്തെ NDA സഖ്യത്തിന്റെ ഭാഗമായിരുന്നു. അതിനുശേഷം സീറ്റ് നിഷേധിച്ച ഘട്ടത്തിലായിരുന്നു പിന്നീട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായത്. എന്തായാലും ബർമർ സീറ്റ് ആയിരിക്കും ഒരുപക്ഷെ രാജസ്ഥാനിൽ ലോക് താന്ത്രിക് പാർട്ടിക്ക് നൽകാൻ സാധ്യത. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ നടക്കുകയാണ്. 25 ലോക്സഭാ സീറ്റിൽ ഏതാണ്ട് ഓരോ വിധം സീറ്റിലും CPIM-ഉം ലോക് താന്ത്രിക് പാർട്ടിയും കൂടാതെ ഭാരത് ആദിവാസി പാർട്ടി മത്സരിക്കുന്നു പറയുമ്പോൾ ഏതാണ്ട് 22 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടക്കുകയാണ് കോൺഗ്രസും BJP-യും ഒക്കെ. എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപനമൊക്കെ ഉണ്ടാകും. അപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ സജീവമായി, പ്രചരണ രംഗമൊക്കെ സജീവമായി, 101% ഇലക്ഷൻ വൈബിലേക്ക് രാജ്യം കടക്കുകയാണെന്നുള്ളതാണ് ആ വാർത്തയുടെ അർത്ഥം. ഇവിടെ KL സെറഫോ ടോക്കീസ് എന്നൊരു ഹാൻഡിൽ പറയുന്നത് റേഷൻ വിതരണം പ്രതിസന്ധി ഉണ്ട്, ഒന്ന് തിരക്കി ന്യൂസാക്കി കൂടെ. 14,200-ൽ പരം വ്യാപാരികൾ ക്ഷമ നശിച്ച് വട്ടുപിടിച്ചിരിക്കുക. വായിക്കില്ല എന്നറിയാം, എന്നാലും സ്ഥിരം പ്രേക്ഷകനായോട് പറയുന്നു, വായിച്ചു. അമീൻ കല്ലിങ്കൽ പറയുന്നുണ്ട്, ദൈവമേ ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ ഇത്തരം പ്രശ്നങ്ങളൊന്ന് അവസാനിക്കുമായിരുന്നു. നടപ്പാക്കുന്നവരുടെയും തടയുന്നവരുടെയും ആവേശം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തണുക്കും എന്ന് പറയുകയാണ്. രാഷ്ട്രീയം അതിലുണ്ട്, ഇല്ലെന്നാരും പറഞ്ഞില്ലല്ലോ. KSIDC-ക്കെതിരായ SFIO അന്വേഷണം തുടരാം എന്ന് ഹൈക്കോടതി. KSIDC-യുടെ ഹർജി ഏപ്രിൽ 5-ലേക്ക് മാറ്റി. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ വച്ചിരുന്നത്. വിഷ്ണു, കോടതിയിലുണ്ടായത് എന്താണ്? കോടതി തീരുമാനം എന്താണ്?
ഹാഷ്മി, KSIDCക്ക് തിരിച്ചടി നേരിട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. KSIDCക്കെതിരെ നടക്കുന്ന SFIO അന്വേഷണം അത് രാഷ്ട്രീയ പ്രേരിതമാണ്. അത് അന്വേഷണം റദ്ദു ചെയ്യണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് KSIDC ഹൈക്കോടതിയെ സമീപിച്ചത്. എന്നാൽ ആദ്യഘട്ടം ഹർജി പരിഗണിച്ചപ്പോൾ മുതൽ തന്നെ അന്വേഷണം റദ്ദു ചെയ്യാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഇന്ന് SFIO കോടതിയിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. KSIDC ഡയറക്ടറെ വെക്കുകയും സാമ്പത്തിക ഇടപാടുകൾ നടത്തുകയും CMRL ചെയ്തിട്ടുണ്ട്. പിന്നീട് എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കൂടാ എന്ന് SFIO ചോദിച്ചു. അതോടൊപ്പം തന്നെ ആ കമ്പനിയുടെ ഇടപാടുകൾ സംബന്ധിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്ന് കോർപ്പറേറ്റ് മന്ത്രാലയം വ്യക്തമാക്കി. കമ്പനി എന്ന് പറയുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടി ചേർന്നതാണെന്നും കോർപ്പറേറ്റ് മന്ത്രാലയം പറഞ്ഞു. കോടതി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് KSIDC ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. പൊതുമേഖലാ സ്ഥാപനം ഇത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാകുമ്പോൾ അതുമായി സഹകരിക്കുകയാണ് വേണ്ടത്. ഒന്നും മറച്ചുവെക്കാതെ അന്വേഷണവുമായി സഹകരിക്കണം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് അന്വേഷണം തുടർന്നോളൂ എന്ന SFIOക്ക് നിർദ്ദേശം നൽകിയത്. കേസിൽ വിശദമായ വാദം കേൾക്കാൻ ഏപ്രിൽ 5-ന് ഒരിക്കൽ കൂടി കേസ് പരിഗണിക്കും. ഹാഷ്മി. വിഷ്ണു സുരേഷാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിക്കുന്നുണ്ടോ? ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിക്കണം മാധ്യമങ്ങളോട്. നേരത്തെ ചോദിച്ചിരുന്ന ഇന്നത്തെ കോടതിയിൽ വന്നിട്ടുള്ള പരാമർശങ്ങളെ പറ്റിയാണ്. ഇന്നത്തെ കോടതിയും കേരളം ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു പരിഗണന നൽകേണ്ടതാണെന്ന തരത്തിൽ തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി എന്നുള്ള പരാമർശം വന്നിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഈ വർഷം കേരളത്തിന് അർഹമായ തുക സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് പോയതിൻ്റെ അടിസ്ഥാനത്തിൽ അത് തടഞ്ഞു വെക്കുന്നൊരവസ്ഥ വന്നിരുന്നു. അപ്പോൾ സ്യൂട്ട് വിഡ്രോ ചെയ്താലേ കേരളത്തിന് അർഹമായ ഈ വർഷം കിട്ടേണ്ട പണം തരുമെന്ന് പറഞ്ഞിരുന്നു. അത് കോടതി പറഞ്ഞു അങ്ങനെ പറയാൻ പാടില്ല. ഒന്നാമത്തെ ഫൈൻഡിങ് അതായിരുന്നു. ഈ വർഷം കൊടുക്കാനുള്ള അർഹമായ തുക കൊടുക്കണം. 13,600 കോടിയോളം രൂപ അനുവദിക്കണം തീരുമാനിച്ചു. ഏതായാലും അത് അനുവദിക്കാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് നടപടിയെടുക്കുന്നു. അതിൻ്റെ 8,000-ലധികം കോടി രൂപയുടെ അനുവാദം വന്നു. ഈ വർഷത്തെ നടപടിക്രമങ്ങൾ അത് പൂർത്തീകരിക്കുകയാണ്. പിന്നീട് നമ്മൾ രണ്ടാമത് പറഞ്ഞിരുന്നത് കുറച്ചേറെ തുക കണക്കുകളുടെ കാര്യത്തിനകത്തുള്ള തർക്കങ്ങളുണ്ട്. അത് സംബന്ധിച്ച് പണം അനുവദിക്കണം. അത് സംബന്ധിച്ച് നിങ്ങൾ ചർച്ച ചെയ്യാൻ പറഞ്ഞിരുന്നു. ആ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. മൂന്നാമത് കോടതി പറഞ്ഞത് കേസ് തുടരാം, കാരണം ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ രണ്ടാമത്തതിൻ്റെ ചർച്ച കഴിഞ്ഞ ദിവസം നടന്നു. ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരെല്ലാം പങ്കെടുത്തിരുന്നതാണ്. അതിനകത്ത് ഒന്നും തരാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരവസ്ഥ തന്നെയാണ് പറഞ്ഞത്. അത് ഏതായാലും കോടതിയിൽ അത് മെൻഷൻ ചെയ്തു. മെൻഷൻ ചെയ്തപ്പോഴാണ് ഇന്ന് കോടതി പറഞ്ഞത് ഇക്കാര്യം നിങ്ങൾ ഒന്നുകൂടി നോക്കണം, ഒന്നും കൊടുക്കില്ല എന്നുള്ള സമീപനമല്ല, നിങ്ങൾ ഒന്നുകൂടി ഇക്കാര്യം നോക്കണം, നാളെ രാവിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് അഭിപ്രായം അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് കേരളം പറയുന്നതിനകത്ത് കുറച്ച് വസ്തുതയുണ്ട് എന്നുള്ളത് പൊതുവിലിപ്പോൾ അംഗീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ബഹുമാനപ്പെട്ട കോടതി പരിശോധിക്കുന്നൊരു കാര്യമായതുകൊണ്ട് അതിനപ്പുറം ആ കാര്യങ്ങൾ പറയുന്നത് ഉചിതമല്ല. നാളെ ആ കാര്യങ്ങൾ വരും. പക്ഷേ ഇതിനകത്ത് കേരളം ഉന്നയിച്ചൊരു പൊതുവായ പ്രശ്നം പൊതുവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേരളം ഈ കാര്യത്തിനകത്ത് ഉന്നയിച്ചത് സംസ്ഥാനത്തെ സംബന്ധിച്ച് ഇതിപ്പോൾ കടമെടുപ്പ് പരിധിയുടെ പ്രശ്നങ്ങളാണ് അവിടെ വരുന്നത്. കേന്ദ്രം എന്ത് പറഞ്ഞാലും കടമെടുപ്പ് പരിധിയുടെ പ്രശ്നമാണ് ഇപ്പോൾ വരുന്നതെങ്കിലും ഞങ്ങൾ കടമെടുപ്പ് പരിധിയുടെ പ്രശ്നം മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ കോടതി കേസ് അതാണെങ്കിലും കേരളത്തിന് ഏറ്റവും അർഹമായിട്ടുള്ള കിട്ടിക്കൊണ്ടിരുന്ന പണം നേരെ പകുതിയായി നികുതിയുടെ ഭാഗത്ത് കുറഞ്ഞു. ഒരു കടവും എടുക്കാനല്ല, വാസ്തവത്തിൽ നമ്മുടെ വരുമാനം, നമുക്ക് ലഭ്യമാകേണ്ട വരുമാനം കേരളത്തിന് കിട്ടുന്നില്ല. 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന ശതമാനം ആകെ ഇന്ത്യ ഗവൺമെൻറ് താഴോട്ട് കൊടുക്കുന്നതിൻ്റെ 3.8% 100 രൂപയിൽ 3 രൂപ 80 പൈസയായിരുന്നെങ്കിൽ ഈ ഇപ്പോഴത്തെ ധനകാര്യ കമ്മീഷൻ അത് 1 രൂപ 90 പൈസയായി കുറച്ചു. 1 രൂപ 90 പൈസയായിട്ട് കുറച്ച ശേഷം കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിയത് 18,000 കോടി രൂപയാണ്. ഈ വർഷം 21,000 കോടി രൂപയാണ്. അപ്പോൾ ഇത് നേരെ പകുതിയായി കുറയ്ക്കാതെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന അർഹതയനുസരിച്ച് തന്നിരുന്നെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് ഈ വർഷം കിട്ടുന്നത് 21,000 കോടി രൂപയ്ക്ക് പകരം ഒരു 21,000 കോടി കൂടി കിട്ടണം, ഇരട്ടി കിട്ടണം. ആ 21,000 കോടി രൂപ അർഹമായത് ഓരോ കേരളീയനും കിട്ടേണ്ടത് കേന്ദ്രത്തിൻ്റെ തെറ്റായ കണക്കുകൂട്ടൽ വന്നത് കാരണം കുറഞ്ഞതാണെന്നുള്ള പ്രശ്നമാണ് അടിസ്ഥാനം. ഇതിനൊപ്പം GST വന്നതോടുകൂടി വന്ന നഷ്ടം, മറ്റ് നഷ്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അടിസ്ഥാനപരമായി പറയാൻ ഇവിടെ ശ്രമിക്കുന്നത്, കോടതിയിലെ കേസ് വരട്ടെ, അടിസ്ഥാനപരമായ പ്രശ്നം ഈ കാര്യത്തിനകത്ത് കേന്ദ്രം സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ല ഞാൻ പറയുന്നത്, അത് വേറെ കോടതി കിടക്കുന്നതാണ്. ധനകാര്യ പങ്കുവെക്കലിൻ്റെ കാര്യത്തിൽ ടാക്സ് ഓരോ സംസ്ഥാനത്തിനും അർഹമായി കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പങ്കുവെക്കലില്ല. ഞാൻ സ്റ്റേറ്റുകളുടെ പേര് പറയുന്നില്ല. ഇന്ന് പ്രമുഖമായൊരു പത്രം മലയാള മനോരമയുടെ എഡിറ്റോറിയൽ പേജിൽ പ്രധാനമന്ത്രി കഴിഞ്ഞ 10-20 ദിവസങ്ങൾക്കകം പ്രഖ്യാപിച്ച 18 ലക്ഷം കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം അദ്ദേഹം തറക്കല്ലിട്ടിട്ടുണ്ട്.
കേരളത്തിൽ എത്ര വന്നിട്ടുണ്ടോ നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു സ്റ്റേറ്റിന് മാത്രം 10 ലക്ഷം കോടിയുടെ ഉണ്ട് അതിനകത്തുനിന്ന്. മനോരമയിലെ ലേഖനത്തിൽ വന്നത് ഞാൻ പറയുന്നതാണ്. ആ ലേഖനം നിങ്ങൾ വായിച്ചാൽ മതി. അപ്പോൾ ഇതൊരു ബാലൻസ് വേണം. അപ്പോൾ ആ സ്റ്റേറ്റിൽ വേണമെങ്കിൽ കൂടുതൽ പറയാം. അപ്പോൾ ഒരു ബാലൻസ് അത്തരം കാര്യങ്ങളിൽ നിക്ഷേപങ്ങളിൽ വരണം. അപ്പോൾ കേരളത്തിൽ വരേണ്ട നിക്ഷേപം വരണം, എല്ലാ സ്റ്റേറ്റുകൾക്കും വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ കയ്യിലുള്ളത് ഇന്നത്തെ ഹിന്ദു പത്രത്തിൽ വളരെ പ്രശസ്തനായ സാമ്പത്തികകാര്യ വിദഗ്ധനാണ് സി രംഗരാജൻ. അദ്ദേഹം ഗവർണറായിരുന്നു റിസർവ് ബാങ്കിൻ്റെ, അതുപോലെ സാമ്പത്തിക രംഗത്തെ വളരെ പ്രമുഖനാണ്. അദ്ദേഹം പറഞ്ഞ രണ്ട് ഇന്ന് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പല മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ കേരളം ഈ കടമെടുപ്പ് പരിധിയുടെ കാര്യത്തിൽ പറയുന്നത് ശരിയാണെന്ന് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേരളത്തിനൊപ്പം നിൽക്കുന്ന ആ നിലപാട് എന്നൊക്കെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുകയാണ്. എന്തായാലും അത്രത്തോളം ആശ്വാസം. നമുക്ക് കിട്ടാനുള്ള പണം നമുക്ക് കിട്ടിയേ മതിയാവുകയുള്ളൂ. അതിന് സുപ്രീം കോടതി പോയിട്ടാണെങ്കിലും അത് വാങ്ങിച്ചെടുക്കുക എന്നുള്ളത് സംസ്ഥാനത്തിന് ഒന്നാകെ ഉത്തരവാദിത്തമാണ്. അത് ധനമന്ത്രി ചെയ്യുന്നു, അല്ലെങ്കിൽ സംസ്ഥാനം ചെയ്യുന്നു. ശ്രീന പി ജി പറയുകയാണ്, ഇന്നലെ രാത്രി കോതമംഗലത്ത് സൂപ്പർ മഴയായിരുന്നു പറയുന്നു. മഴയില്ലാത്ത ഒരാൾ താഴെ ഉണ്ട്, ജോസഫിന വി. ഇങ്ങനെയെങ്കിൽ ഞാൻ ചിറാപ്പുഞ്ചിക്ക് പോവുക എന്നാണ് ജോസഫിന പറയുന്നത്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 1:28:44 അമീന പറയുകയാണ്, ഹാഷ്ബുറ ഇവിടെ കറണ്ട് ഇല്ല, ചൂടും നോമ്പും എല്ലാം കൊണ്ടും കൊള്ളാം, ആകെ തളർന്നു എന്ന് പറയുകയാണ്. ചൂടുകാലത്ത് നോമ്പ് കുറച്ച് കടുക്കും. അത് മാത്രമല്ല ചൂടിപ്പോൾ ഒന്നും ആയിട്ടില്ലാന്നേ. ഇന്ന് മാർച്ച് 12 മുതൽ 14 വരെ പാലക്കാട് ജില്ലയിലെ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും, കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, തൃശ്ശൂർ, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, ബാക്കി തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട് 36 ഡിഗ്രി എന്ന് പറഞ്ഞാൽ സാധാരണയേക്കാൾ 2 മുതൽ 4% വരുന്നു. 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് പറയുന്നത്. അപ്പോൾ സൂക്ഷിക്കുക. അത് മാത്രമല്ല വേനൽക്കാലം കണക്കിലെടുത്ത് ജ്യൂസ് കടകളിലും കുപ്പിവെള്ളത്തിലൊക്കെ പ്രത്യേക പരിശോധന എന്ന് പറയുന്നു. ധാരാളം വെള്ളം കുടിക്കണമെന്ന് ആരോഗ്യവകുപ്പ് പറയുന്നു. പക്ഷേ കുടിക്കുന്ന നല്ല ശുദ്ധമായ വെള്ളം എന്ന് ഉറപ്പുവരുത്തണം എന്നുകൂടി പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഈ ജ്യൂസ് കടകൾ കേന്ദ്രീകരിച്ചും കുപ്പിവെള്ളം വിൽക്കുന്ന കടകൾ കേന്ദ്രീകരിച്ചൊക്കെ പരിശോധനകൾ നടത്തുന്നത് ചൂടുകാലമാണ്, ദാഹം തോന്നിയില്ലെങ്കിലും ധാരാളം വെള്ളം കുടിക്കണം എന്നൊക്കെ ആരോഗ്യവകുപ്പ് പറയുകയാണ്. വന്യമൃഗശല്യത്തിൽ വലഞ്ഞ് നാട്. എറണാകുളം കോതമംഗലത്ത് മ്ലാവിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞ് യുവാവിന് ദാരുണാന്ത്യം. മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് മരിച്ചത്. ഇടുക്കി മറയൂരിൽ കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകന് ഗുരുതരമായി പരിക്കേറ്റു. പന്നിയാറിൽ ചക്കക്കൊമ്പൻ റേഷൻ കട തകർത്തു. ഇന്നലെ രാത്രി 8:30 കൃഷി നനയ്ക്കാൻ ഇറങ്ങിയപ്പോഴാണ് മറയൂർ മംഗളംപാറ സ്വദേശി അന്തോണിമുത്ത് തങ്കയ്യനെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത്. കാലിന് ഗുരുതരമായി പരിക്കേറ്റ അന്തോണിയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിലെത്തിച്ചു. പരിക്ക് ഗുരുതരമായതിനാൽ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പുലർച്ചെയോടെയാണ് പന്നിയാറിലെ റേഷൻ കട ചക്കക്കൊമ്പൻ ആക്രമിക്കുന്നത്. അരിക്കൊമ്പൻ 12 തവണ തകർത്ത റേഷൻ കട 5 മാസം മുൻപാണ് പുതുക്കിപ്പണിതത്. ചുറ്റും സ്ഥാപിച്ചിരുന്ന ഫെൻസിംഗും ആന തകർത്തു. എറണാകുളം കോതമംഗലത്ത് ഓട്ടോറിക്ഷയിൽ മ്ലാവിടിച്ച് യുവാവ് മരിച്ചു. മാമലക്കണ്ടം സ്വദേശി പറമ്പിൽ വിജിൽ നാരായണനാണ് മരിച്ചത്. പാലക്കാട് ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ പന്നിയിടിച്ചും അപകടമുണ്ടായി. 2 പേർക്ക് പരുക്കേറ്റു. വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പ്രശ്നപരിഹാരം അടിയന്തരമായി വേണമെന്നാവശ്യപ്പെട്ട് ഇടുക്കി രൂപതയുടെ ബഹുജന റാലി ഇന്ന് പൂപ്പാറയിൽ നടക്കും. 24 ഇടുക്കി. ആശാവിന് പറയുന്നുണ്ട്, ഇന്നലെ ഞങ്ങൾക്കും ചെറിയ മഴ കിട്ടി, അതുകൊണ്ട് പൊടിയൊക്കെ ഒന്ന് അടങ്ങി കോട്ടയം എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വേനൽമഴ പെയ്യുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വേനൽമഴയ്ക്കുള്ള സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് പറയുന്നുണ്ട്. എന്തായാലും മൂന്നാറിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പടയപ്പയെ നിയന്ത്രിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇടുക്കിയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നിലവിൽ 10 RRTയും 2 സ്പെഷ്യൽ ടീമുമുണ്ട്. ഇത് കൂടുതൽ വിപുലീകരിക്കും. വന്യജീവി ആക്രമണം തടയാൻ കൂടുതൽ പദ്ധതികൾ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തുമെന്നും സർവകക്ഷി യോഗത്തിൽ തീരുമാനമുണ്ടായി. രാഹുൽ വിജയൻ ചെയ്യുന്നു. രാഹുൽ, ജനം നട്ടപ്പിരാന്തെടുത്തിരിക്കുന്ന സമയമാണ് ഈ ആ മേഖലയിൽ ഈ വന്യജീവി ആക്രമണം, പടയപ്പ, മറ്റേ ഇല്ലാത്ത കുറേയധികം ആനകൾ. എന്ത് നടപടി? ഇലക്ഷനാണ്, അതൊക്കെ ശരിയാണെങ്കിൽ കൂടിയും പ്രഖ്യാപിക്കപ്പെടുന്ന നടപടികൾ വലിയ ആശ്വാസം ജനങ്ങൾക്കുണ്ടാകുന്ന കാലമാണ്. എന്തു നടപടികൾ സമയബന്ധിതമായി ചെയ്യും എന്നാണ് സർവകക്ഷി യോഗത്തിൻ്റെ തീരുമാനം? ഹാഷ്മി, 2 മാസത്തിനിടെ 5 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഇടുക്കിയിലുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ പശ്ചാത്തലത്തിലൊക്കെയാണ് സർവകക്ഷി യോഗം ചേരുകയും ചെയ്തത്. ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനമായും ചർച്ചയായത് ഒരു ആനയുടെ പേരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് പടയപ്പയാണ്. മൂന്നാറിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി അക്രമം കാണിക്കുന്ന പടയപ്പയെ നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെ ഏർപ്പാടാക്കും എന്നുള്ളതാണ് സർവകക്ഷി യോഗത്തിൽ തീരുമാനമായിരിക്കുന്നത്. അത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളെല്ലാം സ്വീകരിക്കും. വനത്തിൽ തന്നെ അതിനെ നിർത്തുന്നതിനു വേണ്ടി പ്രത്യേകം ഒരു സംഘത്തെ നിയോഗിച്ചുകൊണ്ട് ഉടൻ തന്നെ ഉത്തരവിറങ്ങും എന്നുള്ളതും പറയുന്നുണ്ട്. മാത്രമല്ല, സ്പെഷ്യൽ RRTകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്കും പോയിട്ടുണ്ട്. നിലവിൽ 10 RRTയും 2 സ്പെഷ്യൽ ടീമും ഉണ്ട്. ഇത് കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളൊരു തീരുമാനവും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ളൊരു കാര്യത്തിൽ ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത പലരും
സംശയം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കഴിഞ്ഞ കൊല്ലം ഇതേ സമയത്ത് അരിക്കൊമ്പൻ വിഷയമുണ്ടായപ്പോൾ ഇതുപോലൊരു സർവകക്ഷി യോഗം അന്ന് വനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നതാണ്. പക്ഷേ തുടർ നടപടികളൊക്കെ ഒരു അവതാളത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കാര്യക്ഷമമായി നടക്കാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതും അത്തരം ഒരു അവസ്ഥയിലേക്ക് പോകുമോ എന്നുള്ളൊരു പേടി സ്വാഭാവികമായിട്ടും ഈ സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും അത്തരം ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളത് മന്ത്രിയുടെ ഉറപ്പായി തന്നെ വന്നിട്ടുണ്ട്. മാത്രമല്ല, ഈ വന്യജീവി ആക്രമണത്തിൽ പരിക്ക് പറ്റുന്ന ആളുകൾക്കുള്ള നഷ്ടപരിഹാരമൊന്നും ഇനി അധികം കാലതാമസം ഉണ്ടാകില്ല. ഉടൻ തന്നെ കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്യും. മാത്രമല്ല, കൂടുതൽ ഫെൻസിങ്ങുകൾ തയ്യാറാക്കും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഏതെങ്കിലും വിധേന ഈ ട്രെഞ്ച് ഉൾപ്പെടെ കിടങ്ങുകൾ സ്ഥാപിക്കണമെങ്കിൽ അതിനു വേണ്ടിയുള്ള നടപടികളും അടിയന്തരമായി ചെയ്യും. ഈ ഫെൻസിങ്ങുകൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പഞ്ചായത്തുകൾ ഫണ്ട് വകമാറ്റി വെക്കും എന്നുള്ള കാര്യവും മന്ത്രി പറയുകയുണ്ടായിട്ടുണ്ട്. എന്തായാലും സർവകക്ഷി യോഗ തീരുമാനത്തിൽ ഒരു നേരിയ ആശ്വാസമുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകുന്നത് ഏത് രീതിയിലാകും എന്നുള്ളതാണ് ഒരു ചെറിയ ആശങ്ക ആളുകൾ പ്രകടിപ്പിക്കുന്നത്. യെസ്, രാഹുൽ വിജയനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ ആര്യാഞ്ജലി പറയുകയാണ്, നായാട്ടിന് അനുമതി കൊടുക്കണം എന്ന് പറയുകയാണ്. അത് ആവശ്യം പല കോണിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളുടെ എണ്ണം കാട്ടിനകത്തൊക്കെ വല്ലാതെ കൂടുന്ന, അവരുടെ കപ്പാസിറ്റിക്ക് അപ്പുറം കൂടുന്ന സാഹചര്യമുണ്ട്. നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്നതാണ്, അതിവിടെയും വേണം. പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ നിന്നും മനുഷ്യൻ ഒരുപാട് പേർ കൊല്ലപ്പെടുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് വേണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. യുക്തിയുള്ള ആവശ്യവുമാണ്. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധം കടുക്കുന്നു. കർഷകൻ കൊല്ലപ്പെട്ട ഒരാഴ്ച പിന്നിട്ടിട്ടും കാട്ടുപോത്തിനെ പിടികൂടാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാരും കർഷകരും ചേർന്ന് കക്കയം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചു. കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകൻ എബ്രഹാം കൊല്ലപ്പെട്ടത്. വന്യജീവി ആക്രമണം ചെറുക്കാൻ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമായതോടെ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ ഉത്തരവിട്ടു. എന്നാൽ ഒരാഴ്ച പിന്നിട്ടിട്ടും നടപടി ഉണ്ടായിട്ടില്ല. കാട്ടുപോത്തിനെ വെടിവെക്കാൻ കർശന മാനദണ്ഡമുള്ളതിനാൽ ഉദ്യോഗസ്ഥർ വെടിവെക്കുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നു. എബ്രഹാമിനെ ആക്രമിച്ച് കാട്ടുപോത്തിനെ കണ്ടെത്തിയിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് പരാതി. കക്കയം സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ വിൻസെന്റ് കറുകമാലിന്റെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ ചേർന്ന് തുടർ സമരങ്ങൾ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ പരാജയമാണെന്നും ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയില്ലെങ്കിൽ രാജിവെക്കണമെന്നും നേരത്തെ താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ പ്രതികരിച്ചിരുന്നു. 24 കോഴിക്കോട്. ഇന്ദിരാ സുരേഷ് പറയുകയാണ്, ആനയും പോത്തും പന്നിയും ഒക്കെ മനുഷ്യനെ നട്ടം തിരിക്കുകയാണല്ലോ, ചൂടുകൊണ്ടാണെങ്കിൽ അതിനപ്പുറവും എന്ന് പറയുകയാണ്. ചൂടും ഒരുപക്ഷെ ഈ നട്ടം തിരിക്കൽ കാട്ടുമൃഗങ്ങൾ കാടിറങ്ങാൻ കാരണമാകുന്നു എന്നൊരു വിലയിരുത്തലൊക്കെ ഉണ്ട് കേട്ടോ. ജാസ്മിൻ ചോദിക്കും, ആഷ്മി, വന്യമൃഗങ്ങളുടെ ശല്യം കേരളത്തിൽ മാത്രമേ ഉള്ളൂ? തമിഴ്നാട്ടിലും കർണാടകത്തിലും ഇതുപോലെ അക്രമ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. കേരളത്തിൽ മാത്രമല്ല. SBIക്ക് അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. തെരഞ്ഞെടുപ്പ് ബോണ്ട് വിവരങ്ങൾ നൽകാൻ SBIക്ക് സുപ്രീം കോടതി അനുവദിച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. സമയം നീട്ടിച്ചോദിച്ച SBIയുടെ ആവശ്യം സുപ്രീം കോടതി ഇന്നലെ തള്ളിയതാണ്. ചൊവ്വാഴ്ച പ്രവൃത്തി ദിവസം പൂർത്തിയാകും മുൻപ് വിവരങ്ങൾ നൽകാനാണ് SBIക്ക് നൽകിയിട്ടുള്ള കർശനമായ നിർദ്ദേശം. വെള്ളിയാഴ്ച വൈകിട്ട് 5-നകം ഇത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജൂൺ വരെ സമയം തേടി SBIയെ ഇന്നലെ കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചതാണ്. ഫെബ്രുവരി 15-ന് വിധി വന്ന ശേഷമുള്ള 26 ദിവസം ബാങ്ക് എന്തു ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം. അതിൽ ഹരീഷ് സാൽവെ നന്നായി വിയർക്കുകയും ചെയ്തു. തുടർന്നാണ് ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ ആ തീരുമാനമുണ്ടാകണം എന്ന ഒരു താക്കീതിൻ്റെ സ്വഭാവത്തിലുള്ള സുപ്രീം കോടതി തീരുമാനം. നമുക്ക് കാത്തിരിക്കാം 5 മണിക്ക് ഏതൊക്കെ കമ്പനികളാണ് ബോണ്ട് എടുത്തത്, ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര തുക എന്ന കാര്യത്തിൽ. അപ്പോഴും ഏതൊക്കെ കമ്പനികൾ ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായി കൊടുത്തു എന്നുള്ള മാച്ചിങ് ആ ഡേറ്റ പുറത്തു വരുമോ എന്നുള്ള കാര്യം 5 മണിക്ക് ആ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. മലപ്പുറം പാണ്ടിക്കാട് ജീവനെടുത്തതോ? മലപ്പുറം പാണ്ടിക്കാട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് യുവാവ് സ്റ്റേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു. പന്തലൂർ കടമ്പോട് സ്വദേശി മൊയ്തീൻകുട്ടി ആലുങ്കലാണ് മരിച്ചത്. മൊയ്തീൻകുട്ടിയെ പോലീസ് മർദ്ദിച്ചുവെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആരോപിച്ചു. അതേസമയം മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും മർദ്ദിച്ചിട്ടില്ലെന്നും പോലീസ് പറയുന്നു. നാട്ടിലെ ഉത്സവപ്പറമ്പിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ വേണ്ടിയാണ് മൊയ്തീൻകുട്ടിയെ പാണ്ടിക്കാട് പോലീസ് വിളിപ്പിച്ചത്. ചോദ്യം ചെയ്യലിനിടെ പോലീസ് മർദ്ദിച്ചു എന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം. ഇന്നലെ രാത്രിയാണ് മൊയ്തീൻകുട്ടി പോലീസ് കസ്റ്റഡിയിലിരിക്കെ കുഴഞ്ഞു വീണത്. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. മൊയ്തീൻകുട്ടി ഹൃദ്രോഗിയാണെന്നും ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നും മൊയ്തീൻകുട്ടിയെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു. ഏപ്രിൽ മാസം 2023 ഒരു എക്കോ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടി. അതിനകത്ത് പമ്പിങ് 25% ഉള്ളൂ എന്നുള്ളത് നമ്മൾ അതിനകത്ത് കണ്ടതാണ്. അത്രയും പമ്പിങ് കുറഞ്ഞിരിക്കുന്ന ഒരാൾക്ക് ഏതൊരു സാഹചര്യത്തിലും
ഇതേപോലെ പെട്ടെന്ന് BP കുറഞ്ഞു പോവുകയോ വീണ്ടും അറ്റാക്ക് വരികയോ അല്ലെങ്കിൽ കുഴഞ്ഞു വീഴുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഏത് സാഹചര്യമാണെന്ന് എനിക്കറിയില്ല. കുടുംബത്തിന്റെ ആരോപണം ഗൗരവമുള്ളതെന്നും വിശദമായ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. ഹോൾഡ് ബൈറ്റ്. പെരിന്തൽമണ്ണ സബ് കളക്ടറും ജില്ലാ പോലീസ് മേധാവിയും ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലെത്തി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. 24 മലപ്പുറം. അപ്പോൾ അതിൽ അന്വേഷണം നടക്കട്ടെ. എങ്ങനെയാണ് മൊയ്തീൻകുട്ടി മരിച്ചത് എന്നതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. റിജോ പറയുകയാണ്, നായാട്ട് വെറുതെ വേണ്ട. ആഫ്രിക്കയിലെ പോലെ ഗവൺമെൻറ്റിൽ പണം കെട്ടിവെച്ച ഉദ്യോഗസ്ഥർ കൂടെ പോയി നായാട്ട് നടത്താനുള്ള അനുവാദം കൊടുത്താൽ മതി. അപ്പോൾ സർക്കാരിലേക്ക് പണവും കിട്ടും എന്ന് പറയുകയാണ് ഐഡിയ. വേറൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് സുബിൻ രാജൻ, എന്തുകൊണ്ടാണ് CAA ഇങ്ങനെ എതിർക്കുന്നത്? ഇറ്റ് ഗീവ്സ് പ്രൊട്ടക്ഷൻ ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് ആൻഡ് സാങ്ച്വറി ടു പീപ്പിൾ ഫ്ലീയിങ് റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രതിപക്ഷം ഇതിൽ ചൂണ്ടിക്കാണിക്കുന്നത് ആർട്ടിക്കിൾ 14 പ്രധാനമായും. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ ഇക്വാളിറ്റി ബിഫോർ ലോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനം ഇന്ത്യൻ ടെറിട്ടറിയിൽ താമസിക്കുന്ന ആർക്കും ഉണ്ടായിക്കൂടാ എന്നുള്ളതാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്നുള്ളതാണ് ആർട്ടിക്കിൾ 14. അപ്പോൾ എന്തെങ്കിലും ഒരു മതാടിസ്ഥാനത്തെ നിയമം വരുന്നത് ആ 14 ലംഘനമാണെന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം. അതുകൊണ്ടാണ് അവർ അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറയുന്നതും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം 1:43:53 ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നത്, ആർട്ടിക്കിൾ 14 പൗരന്മാർക്ക് മാത്രമല്ലേ ബാധകം, അഭയാർത്ഥികൾക്ക് ബാധകമല്ലല്ലോ എന്ന് പറയുകയാണ്. ആർട്ടിക്കിൾ 14 അങ്ങനെ തെറ്റിദ്ധാരണയാണ്. ഇന്ത്യൻ ടെറിട്ടറിയിൽ കഴിയുന്ന ആർക്കും ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭരണഘടനയിൽ പൗരന്മാർക്ക് മാത്രവും പൗരന്മാർക്കും അല്ലാത്തവർക്കും ബാധകമാവുന്ന 2 സെക്ഷൻ ഓഫ് നിയമങ്ങളുണ്ട്. 2 സെക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ആർട്ടിക്കിൾ 14 എന്ന് പറയുന്ന ഇക്വാളിറ്റി ബിഫോർ ലോ എന്ന് പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറിയിൽ ഇപ്പോൾ നിലവിൽ റിസൈഡ് ചെയ്യുന്ന എല്ലാവർക്കും ബാധകമാണ് എന്നുള്ള അർത്ഥം, അല്ലാതെ പൗരന്മാർക്ക് മാത്രമല്ല. അത് ഒരു തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് തമിഴ്നാട് ചെങ്കൽപ്പേട്ടിൽ ബസ്സിൻ്റെ ഫുട്ബോർഡിൽ യാത്ര ചെയ്തിരുന്ന 4 വിദ്യാർത്ഥികൾ ലോറി ഇടിച്ചു മരിച്ചു. ബസ്സിൻ്റെ പടിയിൽ നിന്ന് വീണ വിദ്യാർത്ഥികളുടെ ശരീരത്തിലൂടെ കണ്ടെയ്നർ ലോറി കയറുകയായിരുന്നു. 5 പേർക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ മധുരാന്തകം തിരുനാവലൂരിലാണ് സംഭവം. പ്രദേശത്തെ സ്വകാര്യ കോളേജിലെ വിദ്യാർത്ഥികളായ ധനുഷ്, മോനീഷ്, കമലേഷ്, രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. 3 പേർ സംഭവസ്ഥലത്തും രഞ്ജിത്ത് ആശുപത്രിയിലുമാണ് മരിച്ചത്. 5 പേരെ സാരമായ പരിക്കുകളോടെ ചെങ്കൽപ്പേട്ട് സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിൽ വലിയ തിരക്കായതിനാൽ കുട്ടികൾ പടിക്കെട്ടിൽ നിന്നാണ് യാത്ര ചെയ്തിരുന്നത്. മുൻപിലുണ്ടായിരുന്ന വാഹനം ബ്രേക്ക് ചെയ്തതിനെ തുടർന്ന് ഡ്രൈവർ ബസ് ഇടത്തോട്ടെടുക്കുകയായിരുന്നു. ഇതോടെയാണ് കണ്ടെയ്നർ ലോറിയിൽ ഉരസിയത്. ഈ സമയം പടിക്കെട്ടിലുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ലോറിക്കടിയിലേക്ക് വീഴുകയായിരുന്നു. സംഭവത്തിൽ ചെങ്കൽപ്പേട്ട് പോലീസ് കേസെടുത്തു. 24 ചെന്നൈ. അർജുൻ ചോദിക്കുകയാണ്, കോതമംഗലത്തെ സമരം എറണാകുളം DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം എന്നൊരു വാർത്ത കേൾക്കുന്നു. ഹാഷ്മി ചേട്ടാ, എന്തെങ്കിലും പുതിയ റിപ്പോർട്ട് കിട്ടിയോ? അർജുനെ ക്ലാസ്സിൽ കയറാൻ വൈകുന്നതിൻ്റെ പ്രശ്നമാണ്. കൃത്യമായി ക്ലാസ്സിൽ കയറാത്ത പ്രശ്നം നമ്മൾ ആദ്യ വാർത്ത കൊടുത്തതാണ്. ഇനി മാർക്കറ്റ് വ്യൂ ആണ് ക്രിസ്റ്റീന ചെറിയഞ്ചേരും. അതിനുശേഷമാണ് നമ്മുടെ ബാക്കി വാർത്തകൾ ക്രിസ്റ്റീനയിലേക്ക്. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിൽ ആദ്യം സാമ്പത്തിക തലക്കെട്ടുകൾ. തകർച്ചയിൽ നിന്ന് കരകയറി വിപണികൾ. സെൻസെക്സ് 200 പോയിന്റ് ഉയർന്നു. ദേശീയ ഓഹരി വിപണി 22,350-ൽ. ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിൽ നേരിയ ഇടിവ്. മുതിർന്ന എക്സിക്യൂട്ടീവുകളുടെ രാജിയെ തുടർന്ന് സ്പൈസ് ജെറ്റ് ഓഹരി വിലയിൽ 9% ഇടിവ്. ബിറ്റ്കോയിൻ വില സർവ്വകാല റെക്കോർഡായ $71,000. 10 പുതിയ വന്ദേ ഭാരത് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. രാജ്യത്ത് റെയിൽവേ വികസനത്തിന് പ്രഥമ പരിഗണനയെന്ന് പ്രധാനമന്ത്രി. ശരാശരി റെയിൽവേ ബജറ്റ് 6 ഇരട്ടി കൂട്ടിയെന്ന് മോദി. മിഷൻ ദിവ്യാസ്ത്ര പദ്ധതിയുടെ ഭാഗമായി തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി 5 മിസൈലുകൾ പുറത്തിറക്കി. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിൽ സജീവമാകാൻ ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ ഷവോമി SU7 ഈ മാസം 28-ന് ലോഞ്ച് ചെയ്യും. ചൈനയിലെ 29 നഗരങ്ങളിലായി 59 സ്റ്റോറുകൾ ആരംഭിക്കുമെന്ന് ചൈനീസ് സമൂഹ മാധ്യമമായ വെയ്ബോയിൽ കുറിപ്പ്. തുടർച്ചയായ 2ാം മാസവും ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെച്ച കോച്ചിംഗ് സ്ഥാപന ശൃംഖല ഫിഡ്ജി. കഠിനാധ്വാനം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിനാണ് ശമ്പളം തടഞ്ഞതെന്ന ജീവനക്കാർക്ക് ഇമെയിൽ സന്ദേശം. വ്യക്തമായ ലക്ഷ്യങ്ങളില്ലാതെ ഓഫീസിൽ വരുന്നത് ജീവനക്കാരെ എവിടെയും എത്തിക്കില്ലെന്ന് ഫിഡ്ജി മേധാവി ദിനേഷ് കുമാർ ഗോയൽ. അടുത്ത ഒരാഴ്ചയ്ക്കുള്ളിൽ ലക്ഷ്യങ്ങൾ കൈവരിച്ചില്ലെങ്കിൽ ശമ്പളം അക്കൗണ്ടിൽ വരില്ലെന്നും സന്ദേശത്തിൽ. പേയ്മെന്റ് ബാങ്കുകൾക്കെതിരെ RBI ഓംബുഡ്സ്മാന് ലഭിച്ച പരാതികളുടെ എണ്ണത്തിൽ വർധന. ഏറ്റവും അധികം പരാതികൾ പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ. 2022 ഏപ്രിൽ 1-നും 2023 മാർച്ച് 31-നും ഇടയിൽ ഒരു പേടിഎം ശാഖയിൽ നിന്ന് ലഭിച്ചത് 501 പരാതികൾ. NSDL പേയ്മെന്റ് ബാങ്കിനും എയർടെൽ പേയ്മെന്റ് ബാങ്കിനുമെതിരെയും പരാതികൾ. കുറവ് പരാതികൾ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യ പോസ്റ്റ് പേയ്മെന്റ് ബാങ്കിനെതിരെ.
ഇന്ന് വിപണികളിൽ ഒരു ഉണർവ് ദൃശ്യമാണ്. രാവിലെ മുതൽ ഓഹരി വിപണികളിൽ ചെറിയൊരു നേട്ടത്തിലായിരുന്നെങ്കിലും ഇപ്പോൾ ആ നേട്ടം വിപണികൾ മെച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ദേശീയ ഓഹരി സൂചിക നോക്കിക്കഴിഞ്ഞാൽ 51 പോയിന്റ് ഉയർന്ന് 22,383 എന്ന പോയിന്റിലാണ് നിൽക്കുന്നത്. ബാങ്കിംഗ്, ഫിനാൻഷ്യൽ സെക്ടർ ഓഹരികൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് വിഭാഗവും രണ്ട് മേഖലയും വളരെ വ്യക്തമായ മാർജിനോടുകൂടെ തന്നെ മുന്നേറുകയാണ്. 71 പോയിന്റ് ഉയർന്ന് 47,398 നിഫ്റ്റി ബാങ്ക് ഓഹരികൾ ഇപ്പോൾ വ്യാപാരം തുടരുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 339 പോയിന്റ് ഉയർന്ന് 73,841 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഡോളർ രൂപ വിനിമയം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച മുഴുവൻ രൂപ മുന്നേറുകയായിരുന്നു. ഡോളർ സൂചികയിൽ ഡോളർ ഇന്ന് ഒരു മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. രൂപയ്ക്ക് നേരിയ ഇടിവാണ്. 17 പൈസ കുറഞ്ഞ് 82 രൂപ 75 പൈസ എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ഉച്ചയ്ക്കുള്ള അതിഥിയുണ്ട്, പ്രിൻസ് ജോർജ്, മാനേജിംഗ് ഡയറക്ടർ DBFS. ശ്രീ പ്രിൻസ് ജോർജ്, ഗുഡ് ആഫ്റ്റർനൂൺ. എങ്ങനെയാണ് മിഡ് ഡേ ട്രെൻഡ്? അതുപോലെ തന്നെ നമ്മൾ രാവിലെ ബാക്കി വെച്ച ചോദ്യത്തിന് മറുപടി കൂടി പറയണം. സ്റ്റുഡൻസിന് എങ്ങനെ പാർട്ട് ടൈമായി ഇൻവെസ്റ്റ് ചെയ്യാം എന്ന ചോദ്യമായിരുന്നു അത്. ചോദ്യം ചോദിച്ചത് ടിനു വി തോമസ് ആണ്. ഈ ആഴ്ചത്തെ ക്യാഷ് പ്രൈസും അദ്ദേഹത്തിനാണ്. അപ്പോൾ രണ്ട് ഉത്തരങ്ങളും കൂടി വളരെ ചെറുതായി. രണ്ട് ഉത്തരം തരാനുള്ള ടൈം കിട്ടുമോ എന്ന് എനിക്കറിയില്ല. ഏതായാലും മാർക്കറ്റിനെ പറ്റി ക്യുക്കായിട്ട് പറയാം. ഇൻഡെക്സുകൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ പോസിറ്റീവായിട്ട് തന്നെ കാണിക്കുന്നു. അപൂർവം ചില ലാർജ് ക്യാപ് ഷെയറുകൾ റിലയൻസ്, ICICI ബാങ്ക്, HDFC ബാങ്കിലൊക്കെ ഉയർന്നു നിൽക്കുന്നതുകൊണ്ടാണ് ഇൻഡെക്സ് പോസിറ്റീവായിട്ട് കാണിക്കുന്നത്. പക്ഷെ ധാരാളം ഷെയറുകൾ ഇൻഡെക്സ് പുറത്തുള്ള ഷെയറുകളെല്ലാം ഒരു നെഗറ്റീവ് ട്രെൻഡിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് ഇൻഡെക്സ് സ്വല്പം മിസ്ലീഡിംഗ് ആണെന്ന് വേണം പറയേണ്ടത്. എന്നാലും മാർക്കറ്റ് വലിയ മോശമുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല. നെഗറ്റീവ് ടെറിട്ടറിയിൽ പോയ മാർക്കറ്റ് വീണ്ടും റിക്കവർ ചെയ്ത് ഇപ്പോൾ പോസിറ്റീവായിട്ട് നിൽക്കുന്നു. ഏതാണ്ട് ഈ 23,500 ലെവലിൽ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആയതുകൊണ്ട് ഈ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് ട്രൈ ചെയ്യുന്നത്. ഇനി ചോദ്യത്തിലേക്ക് വന്നാൽ, ഒരു സ്റ്റുഡന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മനസ്സിലായി. പാർട്ട് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നൊന്നും ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കാര്യമല്ല, വളരെ നല്ല കാര്യമാണ്. ജോലി ചെയ്യുന്നതിന് ഒരു ആറ്റിറ്റ്യൂഡ് മാത്രം കറക്റ്റ് ആയാൽ മതി. പക്ഷെ പാർട്ട് ടൈമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള പണം വേണം. അപ്പൊ തീർച്ചയായിട്ടും ആ സ്റ്റുഡന്റിന് ഉള്ള സേവിങ്സ്, അദ്ദേഹത്തിന്റെ പോക്കറ്റ് മണിയിൽ നിന്നോ അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള സേവിങ്സിനെ അനുസരിച്ചാണ് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി ഉണ്ടാക്കേണ്ടത്. സേവിങ്സ് ചെറിയ തോതിലുള്ള സേവിങ്സ് ആണ് ഉള്ളതെങ്കിൽ അവരെ എൻട്രി ലെവലിലെ മ്യൂച്വൽ ഫണ്ടിലൂടെയോ SIP പോലെയുള്ള പ്രൊഡക്റ്റിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ചെറുതായിട്ടോ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു കൾച്ചർ ബിൽഡപ്പ് ചെയ്ത് സ്റ്റഡി ചെയ്യാനായിട്ടാണ് ട്രൈ ചെയ്യേണ്ടത്. അതേസമയം അവർക്ക് വലിയ തോതിലുള്ള അസറ്റ്സ് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയിലേക്ക് പോകാം. ഏതായാലും എത്രയും നേരത്തെ തന്നെ എല്ലാ ആളുകളും ഇപ്പൊ ഏത് പ്രൊഫഷൻ എടുത്ത് പഠിച്ചാലും, അതിപ്പം മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിലും കൊള്ളാം, ലീഗൽ ലോ ആണെങ്കിലും കൊള്ളാം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും കൊള്ളാം, കൊമേഴ്സ് ആണെങ്കിലും കൊള്ളാം, ഏത് പ്രൊഫഷനിലുള്ളവർക്കും അവരുടെ ഫിനാൻഷ്യൽ സേവിങ്സ് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഐ കൺഗ്രാജുലേറ്റ് ആ ക്വസ്റ്റ്യൻ ചോദിച്ച ആളെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുന്നു. ആ ഒരു നല്ല ആറ്റിറ്റ്യൂഡ് കണ്ടിന്യൂ ചെയ്യുക, നല്ലൊരു ഇൻവെസ്റ്റർ ആയിട്ട് വരിക. ശരി, താങ്ക് യു ശ്രീ പ്രിൻസ് ജോർജ്. എന്തായാലും മാർക്കറ്റ് വ്യൂവിൽ ചോദ്യം ചോദിച്ച് ഇത്തവണ ക്യാഷ് പ്രൈസ് നേടിയിരിക്കുന്നത് ടിനു വി തോമസ് ആണ്. ടിനു വി തോമസിന്റെ ചോദ്യത്തിനാണ് ഇപ്പോൾ മറുപടി പറഞ്ഞിരിക്കുന്നത്. ടിനു വി തോമസ് ഒരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈമായി നിക്ഷേപം നടത്താമോ എന്നായിരുന്നു ചോദ്യം. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാകുന്നു. ഇനി വൈകുന്നേരം 4:45 കാണാം. ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഗുഡ് ആഫ്റ്റർനൂൺ വിത്ത് ഹാഷ്മി തുടരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സമയം ഇപ്പോൾ 1 മണി കഴിഞ്ഞ് 56 മിനിറ്റ് 2 സെക്കൻഡ്. അതാ ഇവിടെ തമിഴ്നാട്ടിൽ വാർത്ത പോയോ? തമിഴ്നാട്ടിൽ ഒരാൾ ഒരു ചെറുനാരങ്ങ മേടിച്ചു. എത്ര രൂപയ്ക്കാണെന്ന് അറിയോ? 35,000 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ ലേലത്തിലെടുത്തതാണ്. ഇത് ക്ഷേത്രാചാരങ്ങളുടെ ഭാഗമായി നടത്തിയ ലേലത്തിലാണ് ഈ സംഭവം. ശിവഗിരി വില്ലേജിലെ പഴപൂസ്യൻ ക്ഷേത്രത്തിലാണ് ഈ ലേലം. 35,000 രൂപ. ചൂട് കൂടുതലാണെന്നുണ്ടെങ്കിൽ അത്രയൊന്നും വന്നില്ലെങ്കിലും നാരങ്ങയ്ക്ക് വില കൂടുന്ന കാലം കൂടിയാണ് കേട്ടോ. ഇനി പുണ്യനാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്ന് പരിശുദ്ധ റമദാൻ 1. ഇസ്ലാം മത വിശ്വാസികൾക്ക് ഒരു മാസക്കാലത്തെ നോമ്പിൻ്റെ ആദ്യ ദിവസമാണ്. നിഷ്ഠയോടെയുള്ള പ്രാർത്ഥനകൾ, സഹജീവിയോടുള്ള കാരുണ്യത്തിന് മുൻഗണന നൽകണമെന്ന നിർദ്ദേശം കൃത്യമായി പാലിക്കാൻ സദാ ജാഗരൂകരാകുന്ന വിശ്വാസികൾ. റമദാൻ മാസം എന്തുകൊണ്ടും പുണ്യകാലം തന്നെയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇനി നോമ്പുകാലം. വിശ്വാസികൾക്ക് പരിശുദ്ധ റമദാൻ മാസം.
ശഹബാൻ മാസം 29 പൂർത്തിയാക്കി മാനത്തുദിച്ച നിലാവാണ് പുണ്യമാസത്തെ ഇക്കുറി വരവേറ്റത്. ഇതോടെ ആത്മീയ നിർവൃതിയിലേക്ക് വഴിമാറുകയായിരുന്നു വിശ്വാസികൾ. ഉപവാസത്തിന്റെ പകലും ഉപാസനയുടെ രാവുമായി ഇനിയൊരു മാസക്കാലം. ഇസ്ലാം ജനതയ്ക്ക് ആത്മനവീകരണത്തിന്റെ മാസം കൂടിയാണിത്. തെറ്റുകൾ ഏറ്റുപറഞ്ഞു തിരുത്തിയും ഉള്ളവർ ഇല്ലാത്തവർക്ക് സക്കാത്തു നൽകി ചേർത്തുപിടിച്ചും ഖുറാൻ പാരായണത്തിലൂടെ മൂല്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കിയുമെല്ലാം പുണ്യമാസം നീങ്ങും. എന്നാൽ ഖുറാൻ അവതീർണമായ മാസം എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. പുലർകാലത്തെ സുബൈ നമസ്കാരത്തോടെ ഉപവാസം തുടങ്ങും. അസർ നമസ്കാരം പിന്നിട്ട് മൂവന്തിയിലെ മഗ്രിബ് നമസ്കാരത്തോടെ നോമ്പു തുറക്കൽ. സൗഹൃദത്തിന്റെ പങ്കുവയ്ക്കൽ കൂടിയാണ് ഈ നോമ്പുതുറ. നോമ്പുകാലത്തു മാത്രമായുള്ള തറാവി നമസ്കാരവും റമദാന്റെ സവിശേഷതയാണ്. 17-ാം രാവും 27-ാം രാവും ബദറിന്റെ ഓർമ്മ പുതുക്കലും ലൈലത്തുൽ ഖദറുമായി പുണ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസക്കാലം. ഈ പുണ്യമാസത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ പ്രത്യേകം വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്ന് പ്രമുഖ ഇസ്ലാം മത പണ്ഡിതൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ 24-നോട് പറഞ്ഞു. ജീവിതക്രമം ജനങ്ങൾ എല്ലാവരും വ്രതമനുഷ്ഠിക്കുകയും അതോടൊപ്പം വിശുദ്ധ ഖുർആൻ ധാരാളമായി പാരായണം നടത്തുകയും വേണം. അപ്രകാരം പാവപ്പെട്ടവർക്ക് കൂടുതൽ സഹായം ചെയ്തു കൊടുക്കുകയും അവരുമായി കൂടുതൽ അടുക്കുകയും വേണം. ഇസ്ലാം എന്ന അറബി പദത്തിന്റെ അർത്ഥം സമാധാനം എന്നതാണ്. റമദാൻ നൽകുന്ന സന്ദേശവും സമാധാനത്തിൻ്റെതാണ്. സൗഹൃദത്തിലൂടെയുള്ള ആത്മനവീകരണത്തിലൂടെയുള്ള സമാധാനം. ദീപക് ധർമ്മടം 24 കോഴിക്കോട്. ദലിച്ചൊള്ളിൽ പറയുകയാണ്, വ്രതശുദ്ധിയിലേക്ക് നോമ്പിന്റെ പുണ്യദിനങ്ങളിലേക്കും കടക്കുന്ന എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പ്രാർത്ഥനയും ആരോഗ്യവും സമാധാനവും നിറഞ്ഞ ദിനങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ലില്ലി ചേച്ചി ആശംസിക്കുകയാണ്. എന്തായാലും റമദാൻ കാലം എത്തിയതോടെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും പുണ്യം നേടാനുള്ള ഒരുക്കത്തിലാണ് പ്രവാസി വിശ്വാസികളും. റമദാൻ കിറ്റുകളും വിതരണം ചെയ്തും ഇഫ്താറുകൾ സംഘടിപ്പിച്ചും പ്രവാസി സംഘടനകളും റമദാനെ വരവേൽക്കുന്നു. സുബൈർ ഉദ്ദൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. മനസ്സും ശരീരവും പാകപ്പെടുത്തി റമദാനിന്റെ പുണ്യത്തിലലിയാൻ പുണ്യകാലത്തിലേക്ക് വിശ്വാസി കണ്ണും നട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിനങ്ങളേറെയായി. സൽക്കർമ്മങ്ങൾക്ക് വാരിക്കോരി പ്രതിഫലം ലഭിക്കുന്ന റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നതിനെ മഹാഭാഗ്യമായി കരുതുന്നവരാണ് വിശ്വാസികൾ. റമദാൻ വന്നടഞ്ഞതോടെ പ്രവാസ ലോകത്തെ നാടും നഗരവുമെല്ലാം സജീവമാകും. പ്രഭാത നമസ്കാര ബാങ്കുവിളി ഉയരും വരെ പുണ്യദിനം വന്നെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ. പുണ്യങ്ങളുടെ പൂക്കാലം ഒരിക്കൽ കൂടി വന്നെത്തുമ്പോൾ പ്രാർത്ഥനകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെ നവീകരിക്കാനാണ് മതപണ്ഡിതർ വിശ്വാസികളോട് ഉണർത്തുന്നത്. സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദിനരാത്രങ്ങളാണ് വിശ്വാസികളിലേക്ക് എത്തിയിരിക്കുന്നതെന്നും സൽക്കർമ്മങ്ങളാൽ ഈ ദിനരാത്രങ്ങളെ ധന്യമാക്കണമെന്നും സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം അബ്ദുൽ നാസർ അഹ്സനി ഒളവട്ടൂർ പറഞ്ഞു. റജബ് മുതൽ ഷഅബാനിലൂടെ നാം റമദാനിനെ കാത്തിരുന്ന് അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരാണ്. നമുക്ക് സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ രാത്രികളും പകലുകളുമാണ് നമ്മളുടെ മുമ്പിൽ ഉള്ളത്. നമുക്ക് വളരെയധികം അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും അതിനു വേണ്ടി കാത്തിരുന്ന നാം അത് നമ്മിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് അതിൻ്റെ എല്ലാ നന്മകളും നേടുകയും ചെയ്യേണ്ടത് നമ്മുടെ അനിവാര്യമായ ബാധ്യതയാണ്. ഏറ്റവും വലിയ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാൻ മാസം നല്ല പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടും നാം റമദാനിൻ്റെ നമ്മുടെ ദിനരാത്രങ്ങളെ ധന്യമാക്കുക. ഇഫ്താറുകൾക്കും വിപുലമായ ഒരുക്കങ്ങളാണ് എങ്ങും നടക്കുന്നത്. മരുഭൂമിയിൽ തുടങ്ങി നഗരത്തിൻ്റെ ഹൃദയത്തിൽ വരെ ഇഫ്താർ ടെൻറ്റുകൾ ഉയർന്നു കഴിഞ്ഞു. അനശ്വര വിജയത്തിലേക്കുള്ള പാതയാണ് വിശ്വാസിക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടേതും മാത്രം. സുബൈർ ഉദ്ദൂർ 24 ദമാം. ഇന്നത്തെ നോമ്പുതുറ സമയം കാണാം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്.
അപ്പോൾ എല്ലാ വിശ്വാസികൾക്കും റമദാൻ മാസാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. ഇവിടെ പവിത്രൻ പാതിരാപ്പറ്റ പറയുന്നു, ചിലരുടെ കമൻറ്റുകൾ തീരെ ഒഴിവാക്കിയല്ലേ ആശ്മിച്ചേ. ആരെ ഒഴിവാക്കിയാലും പൗത്രജനം ഒഴിവാക്കാൻ പറ്റുമെന്നേ. അങ്ങനെ ആരെ ഒഴിവാക്കുന്നൊന്നുമില്ല, കാണാത്തതുകൊണ്ടാണ് വായിക്കാത്തത്. CPI മുഖപത്രമായ ദേശാഭിമാനിയിൽ സമസ്ത നേതാവിൻ്റെ ലേഖനം. ആദ്യമായാണ് സമസ്തയുടെ ലേഖനം ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിക്കുന്നത്. സമസ്ത ലീഗ് തർക്കം നിലനിൽക്കുമ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ലേഖനത്തിന് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ട് എന്നാണ് വിലയിരുത്തൽ. ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ പേജിൽ റമദാൻ സന്ദേശ ലേഖനമാണ് സമസ്ത നേതാവ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എഴുതിയിരിക്കുന്നത്. റംസാൻ സാഹോദര്യത്തിന്റെ മാനവികതയുടെ പ്രഖ്യാപനം എന്ന തലക്കെട്ടിലാണ് വൃതാരംഭത്തെക്കുറിച്ചുള്ള ലേഖനം. ഇതാദ്യമായാണ് CPI മുഖപത്രത്തിൽ ജിഫ്രി തങ്ങൾ ലേഖനം എഴുതുന്നത്. പലസ്തീൻ പ്രശ്നങ്ങൾ റമദാൻ ലേഖനത്തിൽ വിവരിക്കുന്നുണ്ട്. അടിച്ചമർത്തപ്പെട്ടവരുടെ രോദനങ്ങൾ അറിയാതെ പോകരുത്. നമ്മുടെ ഹൃദയവും പ്രാർത്ഥനയും അടിച്ചമർത്തപ്പെടുന്നവർക്ക് ഒപ്പമായിരിക്കണമെന്നും സമസ്ത അധ്യക്ഷൻ ലേഖനത്തിൽ വ്യക്തമാക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയതിന് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടെന്നാണ് വിലയിരുത്തൽ. ദേശാഭിമാനിയോടും CPIഎമ്മിനോടുമുള്ള നിലപാട് മാറ്റത്തിന്റെ സൂചനയാണ് ലേഖനമെന്നാണ് വിലയിരുത്തുന്നത്. 24 കോഴിക്കോട്. വസന്തകുമാരി കെ ചോദിക്കുകയാണ്, ചൂടാണെങ്കിലും അങ്ങനത്തെ ചൂടോ? ഒരു ചെറുനാരങ്ങ 35,000 രൂപ. ചേച്ചി, അത് നമ്മുടെ സാധാരണ നാരങ്ങ അല്ലെന്നേ, അതൊരു ക്ഷേത്രാചാരത്തിൻ്റെ ഭാഗമായി നടന്ന ലേലത്തിൽ വാങ്ങിയ നാരങ്ങയാണ്. അപ്പോൾ അതൊരു നമ്മുടെ സാധാരണ നാരങ്ങയല്ല, അതൊരു വിശ്വാസ നാരങ്ങയാണ്. അതുകൊണ്ടാണ് അത്ര വില. ഇടിമണ്ണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ബ്രൈഡൽ ജ്വല്ലറി ഷോറൂം സെറാക്കോട്ടെ തുറന്നു. നടൻ ജയസൂര്യ ഉദ്ഘാടനം ചെയ്തു. 400 മില്ലിഗ്രാം മുതൽ 4 പവൻ വരെയുള്ള ലൈറ്റ് ആഭരണങ്ങളാണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത്. ഡയമണ്ട് ആഭരണങ്ങൾക്കായി പ്രത്യേക വിഭാഗവും തുറന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അടുത്ത 50 ദിവസത്തേക്ക് ഡയമണ്ട് സ്വർണ്ണാഭരണങ്ങൾക്ക് പ്രത്യേക കിഴിവ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പൂക്കോട് വെറ്റിനറി കോളേജിലെ JA സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ 6 പ്രതികളെ 2 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. കൽപ്പന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് വിധി. കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിനായാണ് പോലീസ് ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയത്. സിൻജോ ജോൺസൺ, അമീൻ അക്ബർ അലി, സൗദ്, ആദിത്യൻ, കാശിനാഥൻ, ഡാനിഷ് എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഇവരാണ് JA സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ആക്രമിക്കാൻ ഉപയോഗിച്ച ആയുധങ്ങൾ സംബന്ധിച്ച വ്യക്തതയ്ക്കും കൂടുതൽ ചോദ്യം ചെയ്യലിനുമാണ് കസ്റ്റഡിയിൽ വാങ്ങിയത്. പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനും പോലീസിന്റെ നീക്കമുണ്ട്. പിടിച്ചെടുത്ത ഫോണുകളുടെ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകി. മരണം ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിൽ വ്യക്തത വരുത്താൻ സെലോഫൈൻ ടെസ്റ്റിനുള്ള അപേക്ഷയും അന്വേഷണ സംഘം കോടതിയിൽ നൽകി. പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയാണ് കോടതി കസ്റ്റഡിയിൽ വിട്ടത്. അതേസമയം ഒരാഴ്ചയ്ക്കകം CBI കേസ് ഏറ്റെടുക്കുമെന്നാണ് വിവരം. ഇതിനകം പരമാവധി തെളിവുകൾ സമാഹരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. സിദ്ധാർത്ഥന്റെ സംസ്കാരം നടന്ന കഴിഞ്ഞ 20-ന് തന്നെ കൽപ്പറ്റ DYSP TN സജീവൻ റാഗിംഗ് സാധ്യത സംബന്ധിച്ച് സർവകലാശാലയോട് റിപ്പോർട്ട് തേടിയിരുന്നു. 10 ദിവസത്തിനകം കേസിലെ പ്രധാന പ്രതികളെയെല്ലാം പിടികൂടാൻ കഴിഞ്ഞു. സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് സംസ്ഥാന സർക്കാർ കേസ് CBIക്ക് വിട്ടത്. 24 വയനാട്. അടുത്ത 2 ദിവസം പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്താൻ സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത്. കൊല്ലം ജില്ലയിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ 37 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കും. അലക്സ് റാം ഹോമിച്ചിരുന്നു. അലക്സ്, കൊടുംചൂടെന്ന് പറഞ്ഞാൽ നല്ല കട്ടച്ചൂടിലേക്കാണ് ട്രെൻഡ് അല്ലേ? ഹാഷ്മി, തീർച്ചയായും ഇപ്പോഴത്തെ പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. കൊടും ചൂട് ചുട്ടു പൊള്ളുകയാണ് അക്ഷരാർത്ഥത്തിൽ. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിലും എന്നുള്ളതാണ്. തിരുവനന്തപുരത്തൊക്കെ നല്ല ചൂടാണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത്. പ്രധാനം വ്യാഴാഴ്ച വരെ വീണ്ടും സംസ്ഥാനത്ത് താപനില ഉയർന്നു തന്നെ തുടരാനുള്ള സാധ്യത എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. 10 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പായ യെല്ലോ മുന്നറിയിപ്പ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതിൽ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. 39 ഡിഗ്രി സെൽഷ്യസ് ചൂടെന്ന് പറഞ്ഞാൽ അത് പൊള്ളുന്ന ചൂടാണ്. രേഖപ്പെടുത്തുന്നത് 39 ആണെങ്കിൽ അനുഭവേദ്യമാകുന്ന ചൂട് അത് 42 43 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊല്ലത്ത് ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും, കോട്ടയം, തൃശൂർ, പത്തനംതിട്ട ജില്ലകളിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും, തിരുവനന്തപുരം, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അത് മാത്രമല്ല, ഈ സാധാരണ രേഖപ്പെടുത്തുന്നതിനേക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഈ ജില്ലകളിൽ താപനില കൂടിയേക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. എന്താണെങ്കിലും അസ്വസ്ഥതയുള്ള കാലാവസ്ഥ തുടരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കർശനമായ ജാഗ്രതാ മുന്നറിയിപ്പുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പുറപ്പെടുവിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വേനൽക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ ജ്യൂസ് കടകളിലും ഒപ്പം ഈ കുപ്പിവെള്ളത്തിലുമൊക്കെ പ്രത്യേക പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തീരുമാനിക്കുക കൂടി ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം ജ്യൂസും അതുപോലെ ഈ ഐസൊക്കെ നല്ല വെള്ളത്തിലാണ്, ശുചിയായ വെള്ളത്തിലാണെന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. ഹാഷ്മി. യെസ്.
അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകി. എന്ന് പറഞ്ഞാൽ 39 ഡിഗ്രി സെൽഷ്യസ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ചൂടാണ്. അതിൽ നിന്ന് മുകളിലേക്ക് പോകും എന്നാണ് മുന്നറിയിപ്പ്. അതുകൊണ്ട് സൂക്ഷിക്കുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ സമയത്ത് പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുമെങ്കിൽ പരമാവധി പുറത്തിറങ്ങാതൊക്കെ ഇരിക്കുക. സൂര്യാഘാത ഭീഷണിയും നിർജ്ജലീകരണ ഭീഷണിയും ഒക്കെ ഉണ്ട്. ഒരുപാട് വെള്ളം കുടിക്കുക എന്നൊക്കെ ആരോഗ്യവും പറയുന്നുണ്ട്. കുടിക്കുമ്പോൾ നല്ല ശുദ്ധമായ വെള്ളം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുക. നിയ പറയുകയാണ്, ഹാഷ്മി കൊടുഞ്ചൂടിൽ കിളികൾക്കല്പം കുടിനീര് വെക്കാനൊന്ന് റിക്വസ്റ്റ് ചെയ്യണേ. അത് വളരെ നല്ല കാര്യമായിരിക്കും. വീടിൻ്റെ പുറത്ത് ഒരു പാത്രത്തിലൊക്കെ കുറച്ച് വെള്ളം വെക്കുന്നതുകൊണ്ട് ആർക്കും ദോഷമൊന്നുമില്ലല്ലോ. ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത എന്താണെന്ന് അറിയാമോ? ഈ കൊടുഞ്ചൂടിൻ്റെ പ്രതിഫലനമാണ്. നമ്മുടെ വൈദ്യുത ഉപയോഗം സർവ്വകാല റെക്കോർഡിലേക്ക് കടക്കുന്നു. പ്രതിദിന ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. ഇന്നലെ ഉപയോഗിച്ചത് 100.16 ദശലക്ഷം യൂണിറ്റാണ്. എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ ഉപയോഗം സർവ്വകാല റെക്കോർഡിലേക്ക് കുതിക്കുന്നു. 5031 മെഗാവാട്ടാണ് ഉപയോഗം. അപ്പോൾ കറണ്ട് ബില്ലും അടുത്തടുത്ത മാസങ്ങളിൽ ഇങ്ങനെ ഒന്ന് കുത്തനെ ഉയരാൻ ഇടയുണ്ട്. അതുകൊണ്ട് വേറെ നിവൃത്തിയില്ല, ഫാൻ ഇടാതെ ഒരു നിവൃത്തിയില്ല. ഫാനും ഇപ്പോൾ AC ഫാൻ പോലെ ആവുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇടാതെ രാത്രി കിടക്കാൻ ഉറങ്ങാൻ പറ്റത്തില്ലെങ്കിൽ പിന്നെ സഹിക്കുക, അല്ല എന്ത് ചെയ്യുമല്ലേ. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനത്തിനെതിരെ മറ്റു പാർട്ടികളുമായി യോജിച്ചുള്ള സമരം വേണ്ട എന്ന് മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ തീരുമാനം. മതാടിസ്ഥാനത്തിൽ പൗരത്വം നൽകുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. വിജ്ഞാപനത്തിന് പിന്നിൽ ദുരുദ്ദേശമുണ്ടെന്നും മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. തീർച്ചയായും അതിലൊരു പാടില്ല. ഇല്ലീഗാലിറ്റി ഉണ്ട്, നിയമവിരുദ്ധത ഉണ്ട്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനൊന്നും കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ സമിതികളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ദുരുദ്ദേശമാണ്. ഇപ്പം മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്നത് ശരിയല്ലല്ലോ. പൗരത്വം കൊടുക്കേണ്ടതിന് ഇന്ത്യൻ ഭരണഘടന ചില മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കേന്ദ്ര സർക്കാർ പൗരത്വ ഭേദഗതി നിയമം വിജ്ഞാപനം ചെയ്തതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും പറഞ്ഞു. വിജ്ഞാപനത്തിനെതിരെ കേസുമായി മുന്നോട്ട് പോകുമെന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറയുന്നു. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് BJP സർക്കാർ അതിപ്പോൾ അതിൻ്റെ വിജ്ഞാപനം ഇറക്കിയിരിക്കുകയാണ്. നേരത്തെ തന്നെ സുപ്രീം കോടതിയിൽ കേസുണ്ട്. മുസ്ലിം ലീഗ് അടക്കമുള്ളവർ പാർട്ടികൾ കേസ് കൊടുത്തേക്ക് സുപ്രീം കോടതിയിൽ അത് നടക്കുകയാണ്. സുപ്രീം കോടതിയിൽ തന്നെ ഗവൺമെൻറ് അന്ന് ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് ഒന്നും തന്നെ ചെയ്യുകയില്ല. അപ്പോൾ രണ്ടാമത് സബ് ഒരു ഹർജി ഇപ്പോൾ ഇന്ന് കൊടുക്കുകയുണ്ടായി. ഇന്ന് സുപ്രീം കോടതി അത് സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നു. ഷഹദ്, രണ്ട് കാര്യങ്ങൾ, ഒന്ന് ലീഗിൻ്റെ വ്യവഹാര വഴി, രണ്ട് ലീഗിൻ്റെ പ്രതിഷേധ വഴി. രണ്ട് കാര്യങ്ങളും തീരുമാനം എങ്ങനെയാണ്? പ്രതിഷേധം കനപ്പിക്കാൻ തന്നെയാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. കാരണം അല്പസമയം മുൻപാണ് ഇത്തരത്തിലൊരു തീരുമാനം അല്ലെങ്കിൽ ഒരു വിജ്ഞാപനം പുറത്തിറങ്ങിയതിന് പിന്നാലെ അടിയന്തരമായിട്ട് ഇന്ന് യോഗം പാണക്കാട് ചേർന്നിട്ടുണ്ടായിരുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ET മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമദാനിയും KPA മജീദും അതുപോലെ തന്നെ മുതിർന്ന ലീഗിന്റെ നേതാക്കളൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രധാനമായിട്ടും അവർ പറയുന്നത് കേന്ദ്ര സർക്കാരിനെ കടന്നാക്രമിക്കുക മാത്രമല്ല, ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ ഇത്തരം ഒരു തീരുമാനം കൊണ്ടുവന്നതിലൂടെ ലോകരാജ്യത്തിന് മുന്നിൽ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അതിന്റെ മുഖം വികൃതമായി എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഇന്ന് സാദിഖ് അലി തങ്ങളും ഒപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ നിയമം ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനെതിരെ ഏത് നിയമത്തിന്റെ ഏതെല്ലാം വഴികൾ പോകാൻ സാധിക്കും ആ വഴികളൊക്കെ തന്നെ താണ്ടും, അതിന്റെ ഏതറ്റം വരെയും പോകും എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതിനോടകം തന്നെ മുസ്ലിം ലീഗ് ഇതുമായി ബന്ധപ്പെട്ട ഓൾറെഡി ഒരു കേസ് ഹൈക്കോടതിയിൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ കൂടാതെയാണ് ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും മറ്റൊരു കേസും കൂടി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ കേസിൽ ഏറ്റവും നല്ല അഭിഭാഷകനെ കൊണ്ട് തന്നെ ഈ കേസ് വാദിപ്പിക്കാനും ഒപ്പം തന്നെ ഇത് ഭരണഘടനാ ലംഘനമാണ് എന്നൊരു കാര്യമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ ഈ നിയമം ഇവിടെ കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ പുതിയ വിജ്ഞാപനം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഒരുപാട് പരിമിതികളുണ്ട്. ആ പരിമിതികൾക്ക് അപ്പുറത്താണ് ഇത്തവണത്തെ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല എന്ന് നേതാക്കൾ പറയുന്നു. അതോടൊപ്പം തന്നെ യോജിച്ചുള്ള ഒരു സമരം ഉണ്ടാകുമോ എന്ന് ആവർത്തിച്ച നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ ഓരോരുത്തരും ഒറ്റയ്ക്കൊറ്റയ്ക്കായി സമരം ചെയ്യുന്നുണ്ട്. ഉദ്ദേശശുദ്ധി നല്ലതാണെങ്കിൽ സമരം ചെയ്യട്ടെ എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റ് സമരപരിപാടികൾ, അതായത് ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സമരപരിപാടികളുണ്ട്. അതേ സമയത്ത് യോജിച്ചുള്ള സമരപരിപാടികൾ നിലവിലെ സാഹചര്യത്തിൽ ആവശ്യമില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഹാഷ്മി. ഷഹദ് റഹ്മാനാണ്. യോജിച്ചുള്ള സമരം വേണ്ട, പക്ഷേ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് മുസ്ലിം ലീഗും എല്ലാ പ്രതിപക്ഷ പാർട്ടികളും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചൂടുയരുന്നു.
പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ പ്രചാരണത്തിൽ ഇറങ്ങുമെന്ന് തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി. പത്മജയെ BJP പ്രചാരണത്തിൽ ഇറക്കില്ല എന്ന വാർത്തകൾ സുരേഷ് ഗോപി തള്ളി. കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരമാണ് പത്മജയെ BJPയിൽ എടുത്തത്. പത്മജയ്ക്കൊപ്പം പ്രചാരണ വേദികൾ പങ്കിടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇത് സർവ്വസാധാരണമാണ്. എന്തെങ്കിലുമൊക്കെ വേണ്ടേ അറ്റാക്ക് ചെയ്യാൻ? അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാര്. ഒരു മൈൻഡ് സെറ്റ് പാർട്ടിക്കുണ്ടെങ്കിൽ അവരെ പാർട്ടിയിൽ എടുക്കില്ല. കേന്ദ്രത്തിൽ തന്നെയാണ് ആക്സെപ്റ്റ് ചെയ്തത്. അതിൽ കേരള നേതാക്കൾക്ക് ആർക്കും പങ്കില്ല. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അതേ കേന്ദ്ര നേതാക്കൾ പറയുന്നതാണ് ഞാൻ അനുസരിക്കുക. അങ്ങനെയാണ് പാർട്ടി സെൻട്രൽ പാർട്ടി തീരുമാനിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ പത്മജ വേണുഗോപാൽ ചിലപ്പോൾ അവിടെ പ്രചരണത്തിനിറങ്ങിയാൽ അത് ഗുണത്തിൽ വരെ ദോഷം ചെയ്യുമെന്നൊരു വിലയിരുത്തലൊക്കെ ഉണ്ട്. അപ്പോൾ പത്മജയെ ഇറക്കുമെന്നാണ് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തായാലും. സുലൈമാൻ അബ്ദുൽ ഖാദർ പറയുന്നു, ഹാഷ്മി പാലക്കാട്ടുകാരായ ഞങ്ങൾ കഴിഞ്ഞ വർഷം 42 ഡിഗ്രി ചൂടിനെയാണ് അതിജീവിച്ചത്. ഈ വർഷവും ഞങ്ങൾ ചൂടിനെ പ്രതിരോധിക്കും. പാലക്കാട്ടുകാർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും. ബാലഭിക്ഷാടനവും ബാലവേലയും വ്യാപകമാകുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധനയിൽ ബാലവേലയിൽ ഏർപ്പെട്ടിരുന്ന ഒരു കുട്ടിയെ കണ്ടെത്തി. കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് മുമ്പിൽ ഹാജരാക്കും. അലക്സ് മുഹമ്മദ് വിവരങ്ങൾ വെച്ചിരുന്നു. അലക്സ്, എത്രത്തോളം വ്യാപകമായി, എത്രത്തോളം കൺസിസ്റ്റന്റായി ആ പരിശോധന തുടരാനാണ് കമ്മിറ്റിയുടെ തീരുമാനം? ഹാഷ്മി, വ്യാപകമായ ആ പരിശോധന തുടരാൻ തന്നെയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും അതുപോലെ CWCയും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ച് പ്രത്യേകിച്ച് സിഗ്നലുകളിലൊക്കെ ബാലഭിക്ഷാടനം അത് കൂടുതലാണ്. ഒപ്പം ബാലവേലയും തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ പലയിടങ്ങളിലും കൂടുതലാണെന്ന പരാതികൾ വ്യാപകമാണ്. അത്തരത്തിൽ നിരവധി പരാതികൾ ചൈൽഡ് ലൈന്, ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന് ഒപ്പം CWCക്കൊക്കെ ലഭിക്കുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു പരിശോധനാ ഡ്രൈവ് അവർ ഇന്ന് സംഘടിപ്പിച്ചത്, സെർച്ച് ഡ്രൈവ് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഈ പരിശോധന നടന്നു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ. അത് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ, ഒപ്പം ലേബർ ഓഫീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥർ അതിന്റെ ഭാഗമായിരുന്നു. അതിൽ ഇഞ്ചക്കൽ പരിശോധന നടത്തി, അട്ടക്കുളങ്ങരയിൽ പരിശോധന നടത്തി. കിഴക്കേക്കോട്ടയിൽ നടന്ന പരിശോധനയിൽ ബാലവേലയിൽ ഏർപ്പെട്ടിരുന്ന ഒരു കുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ആ കുട്ടി മലയാളിയാണ്, വലിയതുറ സ്വദേശിയാണ്, 15 വയസ്സുകാരനായ ഒരു ബാലനാണ്. സോപ്പ് വിൽക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണെന്ന് പറയുന്നു. അദ്ദേഹത്തിന്റെ അമ്മയെ വിളിച്ചു. അമ്മ പറഞ്ഞത് കുട്ടി ഇതുപോലെ കുട്ടിയുടെ ഇത്തരം ജോലി കൊണ്ടാണ് കുടുംബം പുലർന്നു പോകുന്നത് എന്നൊരു മറുപടിയാണ് പറഞ്ഞത്. എന്താണെങ്കിലും ആ കുട്ടിയെ ഇപ്പോൾ CWCയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ആലോചിക്കുക. CWCയുടെ സംരക്ഷണയിൽ കുട്ടി തുടരണോ, അതല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണോ എന്നുള്ള കാര്യം അതിനുശേഷമായിരിക്കും തീരുമാനിക്കുക. എന്താണെങ്കിലും ഇത്തരത്തിൽ കണ്ടെത്തുന്ന കുട്ടികൾ, അത് ബാലഭിക്ഷാടനത്തിലാണെങ്കിലോ ബാലവേലയിലാണെങ്കിലോ അവർ കണ്ടെത്തുന്ന കുട്ടികളെ ഈ CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. നേരത്തെയും സമാനമായി നടത്തിയ പരിശോധനയിൽ അന്യ സംസ്ഥാനത്തു നിന്ന് വന്ന അമ്മമാരെയും കുട്ടികളെയും ഒക്കെ ബാലഭിക്ഷാടനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് കണ്ടെത്തിയിരുന്നു. അവർക്ക് അത്തരത്തിൽ സംരക്ഷണം കൊടുത്തതാണ്. എന്താണെങ്കിൽ ആ പരിശോധന വ്യാപകമാക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഹാഷ്മി, ഓക്കെ, ഒരു പ്രതികരണം വരുന്നുണ്ട് അക്കാര്യത്തിൽ. അതിലേക്ക് ചൈൽഡ് പ്രൊട്ടക്ഷൻ കൗൺസിൽ ഒരു സെർച്ച് ഡ്രൈവ്, ഞങ്ങളുടെ കൂടെ ലേബർ ഓഫീസേഴ്സ് ഉണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവർ വഴി ഞങ്ങൾ ഒരു സെർച്ച് ഡ്രൈവ് കണ്ടക്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു കുട്ടിയെ നമുക്ക് സോപ്പ് വിൽക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. വലിയതുറ ഭാഗത്ത് നിന്നുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയെ നമ്മൾ ചോദിച്ചതെന്ന് മനസ്സിലാക്കിയത് കുട്ടിയുടെ വീട്ടിൽ വിളിച്ചിരുന്നു. വീട്ടിൽ അമ്മ പറയുന്നതൊന്നും അനുസരിക്കാറില്ല, അവന്റെ ഇഷ്ടത്തിന് വന്നതാണെന്നാണ് അമ്മ പറഞ്ഞത്. ഇപ്പൊ നമ്മുടെ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ കുട്ടിയെ നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഹാജരാക്കുന്നു. ശേഷം ഉള്ള നടപടികളൊക്കെ അവിടെ നിന്നാണ്, ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ നിന്നാണ് ഉണ്ടാവുക. അലക്സ് തുടർന്നു. അലക്സ്, ഈ ബാലഭിക്ഷാടനം ബാലവേല എന്നൊക്കെ പറയുന്നത് പരിശോധിക്കാനാണെങ്കിൽ ഈ ചെറിയ സംഘമൊന്നും പോരാ, വലിയ സംഘം ഉദ്യോഗസ്ഥർ അത് എക്സ്റ്റെൻസീവായി തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലേക്ക് കടക്കുകയാണോ കാര്യങ്ങൾ? അതിൻ്റെ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്ന കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് തുടർ നടപടി, എങ്ങനെയാണ് അതിൻ്റെ നിയമപരമായ നീക്കം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് വ്യക്തതയുണ്ടോ അലക്സ്? ഹാഷ്മി, വ്യാപകമായ പരിശോധന തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കാരണം ഈ ബാലഭിക്ഷാടനത്തിനായി ഇവിടെ നമ്മുടെ ഈ ഗതാഗത കുരുക്കുകളിലും അതുപോലെ തന്നെ ഈ സിഗ്നലുകളിലും ഒക്കെ നിൽക്കുന്ന കുട്ടികൾ അത് പരമാവധി അന്യ സംസ്ഥാനത്ത് നിന്ന് വന്നവരാണ്. അവരുടെ കൂടെയുള്ളവർ അവരുടെ മാതാപിതാക്കളാണോ, അവരുടെ ബന്ധുക്കളാണോ, ഉറ്റവരാണോ എന്നുള്ള കാര്യം പോലും അറിയില്ല. അത്തരത്തിൽ വ്യാപകമായ പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട്. നമ്മൾ അതിനെ സംബന്ധിച്ച് ചോദിച്ചു. അവർ പറയുന്നത് അത് CWCയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത്തരത്തിൽ വ്യാപകമായ അതായത് ഉന്നത തലത്തിലേക്കുള്ള പരിശോധനയിലേക്ക് അത് കടക്കുമോ എന്നുള്ള കാര്യം CWCയും അനുബന്ധ ഫോറങ്ങളുമായിരിക്കും തീരുമാനിക്കുക എന്നാണ് അവർ പറഞ്ഞത്. പ്രാഥമികമായി ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റും ചൈൽഡ് ലൈനും ഈ പരിശോധന നടത്തി അത് CWCക്ക് റിപ്പോർട്ട് ചെയ്യും. ഇത്തരത്തിൽ റെസ്ക്യൂ ചെയ്യുന്ന കുട്ടികളെ CWCയുടെ സംരക്ഷണയിലേക്ക് മാറ്റുക എന്ന പ്രാഥമിക നടപടിയും പരിശോധനയുമാണ് ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. അലക്സ് മുഹമ്മദാണ് ആ വാർത്തയുടെ വിവരങ്ങൾ. നമ്മൾ ഒരുപാട് കുട്ടികളെ അത്തരത്തിൽ ബാലഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്ന കാണുന്നുണ്ട്.
അപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്താണ് സംസ്ഥാന വ്യാപകമായിട്ടൊക്കെ ചെയ്യാൻ മാത്രമുള്ള അംഗബലം ഈ പറയുന്ന സംവിധാനങ്ങൾക്കുണ്ടോ എന്നറിയില്ല. എന്തായാലും നല്ല കാര്യം. ഇന്ത്യയുടെ സൈനിക ശക്തി വിളിച്ചോതി പൊഖ്രാനിൽ സേനാഭ്യാസം. ഭാരത് ശക്തി എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സന്നിഹിതനാണ്. പ്രേക്ഷകർ കാണുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളും സംപ്രേഷണവുമാണ്. देवी और सज्जनों, रेकी दस्तों की दी गई सूचना के आधार पर आईसीबी BMP-2 सारथ सारथी की तरह युद्ध को दिशा देने के लिए एडवांस करेगा। इनके एडवांस को लीड करने के लिए इनके रेकी दस्ते के 3 ICV BMP-2 आगे बढ़ रहे हैं। बाएं वाले दोनों BMP 10 मीटर शॉर्ट स्पैन ब्रिज सिस्टम तथा सर्वत्र ब्रिजिंग सिस्टम के द्वारा रुकावट को पार करेगा एवं दाहिने वाला BMP मॉड्यूलर ब्रिज का इस्तेमाल करते हुए आने वाली रुकावट को पार करेगा। मॉड्यूलर ब्रिज की यह खासियत है कि इसकी लंबाई जरूरत के अनुसार बढ़ाई या घटाई जा सकती है। सामने और थोड़ा बाईं ओर बाएं एक 46 मीटर और दाहिने 14 मीटर का ब्रिज BMP-2 बाएं वाले 46 मीटर പൊഖ്രാനിലാണ് സേനാഭ്യാസം നടക്കുന്നത്. അച്യുതൻ, എങ്ങനെയാണ് സേനാഭ്യാസം പുരോഗമിക്കുന്നത്? രാജ്യത്തിന്റെ മഹത്തായ സൈനിക ശക്തി പൂർണ്ണതോതിൽ അനാവരണം ചെയ്യപ്പെടുന്ന ഒരു എക്സിബിഷനാണോ അത്, അച്യുതൻ? ഹാഷ്മി, തീർച്ചയായിട്ടും രാജ്യത്തിന്റെ സൈനിക ശേഷി അത് വിളിച്ചോതുന്ന ഒരു അഭ്യാസ പ്രകടനമാണ് ഇപ്പോൾ പൊഖ്രാനിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാരത് ശക്തി എന്ന പേരിലാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് പൊഖ്രാനിലെ ഈ ഫയറിംഗ് റേഞ്ച് ആയിട്ടുള്ള ജയ്സാൽമറിലാണ് ഈ ഒരു അഭ്യാസ പ്രകടനം നടക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒപ്പം തന്നെ ഏതാണ്ട് 30ഓളം രാജ്യത്തെ പ്രതിനിധികളും ഈ ഒരു അഭ്യാസ പ്രകടനത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. സേനയുടെ കരുത്തറിയിക്കുന്ന പലതരത്തിലുള്ള പ്രകടനങ്ങൾ, ടാങ്കറുകളുടെയും അതുപോലെ തന്നെ ഗ്രനേഡ് ലോഞ്ചറുകളുടെയും എല്ലാം തന്നെ പ്രകടനങ്ങൾ, അത് ആ ഒരു ശക്തി വിളിച്ചോന്ന തരത്തിലാണ് ഇപ്പോൾ ഈ പൊഖ്രാനിൽ ഈ അഭ്യാസ പ്രകടനം പുരോഗമിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചത് ഓരോ ഇന്ത്യക്കാരനും വൈകാരികമായി അടുപ്പമുള്ള ഒരു ഇടപാട് പൊഖ്രാൻ. താൻ അവിടെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും അത്തരം കാര്യങ്ങൾ പ്രധാനമന്ത്രി കുറിച്ചിരുന്നു. ട്രൈ സർവീസസ് ലൈവ് ഫയർ ആൻഡ് മാനുവൽ എക്സസൈസ് ആണ് ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സേനയുടെ എല്ലാ തരത്തിലുള്ള ആയുധ സന്നാഹങ്ങളും അതുപോലെ തന്നെ ആ ശക്തികളെല്ലാം കൃത്യമായ ആ ശേഷി, സൈനിക ശേഷി അത് പ്രകടമാകുന്ന രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനത്തിൽ ഇപ്പോൾ പൊഖ്രാൻ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചിട്ടുള്ള ആയുധങ്ങളും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളും എല്ലാം തന്നെ ഇവിടെ ഇന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ എല്ലാം ശക്തിയും ഇതിനോടൊപ്പം തന്നെ ഉണ്ടാകും. ഹാഷ്മി, അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. രാജസ്ഥാനിലെ പൊഖ്രാനിലാണ് ഭാരത് ശക്തി അഭ്യാസ പ്രകടനം ഇപ്പോൾ പുരോഗമിക്കുന്ന. അവിടെ തദ്ദേശീയമായി വികസിപ്പിച്ച ആയുധങ്ങളുടെ പ്രകടനം ഒക്കെ ഈ പരിപാടിയിൽ ഇപ്പോൾ 1 മണിക്കൂർ നീളുന്ന ഈ അഭ്യാസത്തിൽ നടക്കുന്നുണ്ട്. യുദ്ധ ടാങ്ക് മുതൽ തേജസ് യുദ്ധവിമാനങ്ങൾ വരെയുള്ള നമ്മുടെ ആയുധ കലവറ പ്രകടിപ്പിക്കുന്ന അഭ്യാസമാണ് അവിടെ പുരോഗമിക്കുന്നത്. സർവേഷു ലോകേഷു സർവേഷു തഥാവിധം शरासंधरा कश्चित दधा पार्थो धनंजय। संपूर्ण विश्व के किसी भी युद्ध क्षेत्र में अर्जुन के समतुल्य कोई धनुर्धर नहीं है। पराक्रम किसी पराकाष्ठा से प्रेरित स्वदेश निर्मित मेन बैटल टैंक अर्जुन, जिसका एक दस्ता बाएं से आगे बढ़ता हुआ नजर आ रहा है। एक बेहतरीन युद्धक शक्ति, तीव्र गति एवं फौलादी कवच से सुसज्जित एक अति आधुनिक टैंक। इसका आत्मनिर्भर भारत अभियान के तहत निर्मित फिन स्टेबलाइज्ड तथा आर्मर पियर्सिंग एम्युनिशन दुनिया के किसी भी आधुनिक टैंक के कवच को भेदने में सक्षम है। लड़ाई के मैदान में टैंकों का महत्व हाल में चल रहे युद्धों में साफ उभर के आया है। धूल का गुबार प्रतीक MBT अर्जुन के थार की पावन मिट्टी के प्रति नमन का, वो माटी जिसके कण कण में बहादुरी एवं बलिदान की महक रची बसी है, जिसमें राणा प्रताप का स्वाभिमान है, लौंगेवाला का विजय गान है। देवी और सज्जनों, अपना ध्यान बाईं तरफ लेफ्ट फिंगर पर ले जाएं।
जहां मेन बैटल टैंक अर्जुन अपने मेन गन से और BMP-2 सारथ अपने एंटी टैंक गाइडेड मिसाइल कॉन्कर्स के संगठित फायर से टारगेट ग्रुप 3 में दुश्मन के टैंकों को तबाह कर रहे हैं। വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഹരിയാന മുഖ്യമന്ത്രിയായി നയാബ് സിംഗ് സൈനി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 5-നാണ് സത്യപ്രതിജ്ഞ. നിലവിൽ BJP സംസ്ഥാന അധ്യക്ഷനും കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭാ MP-യുമാണ് നയാബ് സിംഗ് സൈനി. അച്യുതൻ വിവരങ്ങൾ വച്ചിരുന്നു. അച്യുതൻ, അപ്പോൾ മനോഹർലാൽ ഖട്ടർ ലോക്സഭയിലേക്ക്, അത് സ്ഥിരീകരിക്കാനായോ? അത്തരം സൂചനകളാണ് ഹാഷ്മി പുറത്തു വരുന്നത്. അതായത് മനോഹർലാൽ ഖട്ടറിനെ ലോക്സഭയിലേക്ക് കൊണ്ടുവന്ന പകരം നിലവിലെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കുരുക്ഷേത്രയിൽ നിന്നുള്ള ലോക്സഭ MP-യുമായിട്ടുള്ള നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കുവാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിന് ഈ നിയമസഭ കക്ഷിയോഗം ചെയ്തിരുന്നു. അതിൽ ഏകകണ്ഠമായി തെരഞ്ഞെടുക്കുകയായിരുന്നു ഇദ്ദേഹത്തെ നേതാവായി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കാനുള്ള തീരുമാനം. അത് ഏകകണ്ഠമായി തന്നെ നേതാക്കൾ അറിയിച്ചു. എന്തായാലും ഇന്ന് വൈകിട്ട് 5 മണിയോടെ സത്യപ്രതിജ്ഞ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയായിരുന്നു മനോഹർലാൽ ഖട്ടർ രാജി ഗവർണർക്ക് കൈമാറിയത്. ഒരുപക്ഷെ കർണാലിൽ നിന്നായിരിക്കും മനോഹർലാൽ ഖട്ടർ ഈ ലോക്സഭയിലേക്ക് മത്സരിക്കുക. എന്തായാലും അതെല്ലാം സംബന്ധിച്ച് വ്യക്തതകൾ വരേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ അപ്പോൾ എന്തായിരുന്നു BJPയുടെ നീക്കം എന്ന് വ്യക്തമായിരുന്നില്ല. എന്തായാലും മനോഹർലാൽ ഖട്ടർ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോകുന്നു. അതിന് പകരം അവിടുത്തെ BJP അധ്യക്ഷനും മുഖ്യമന്ത്രിയാവുന്നു. അപ്പോഴും എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കുക എന്നതിലേക്ക് തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്ന കാര്യം വ്യക്തമാണ്. തമിഴ്നാട്ടിൽ CAA നടപ്പാക്കലെന്ന് ആവർത്തിക്കുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. നിയമം ഭരണഘടനയ്ക്ക് എതിരെന്നും MK സ്റ്റാലിൻ പ്രതികരിച്ചു. വാട്ടർ മെട്രോ 2ാം ഘട്ടം 14-ന് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. 2 റൂട്ടുകൾ പുതിയതായി ആരംഭിക്കും. 17.5 ലക്ഷം ആളുകൾ ഇതുവരെ വാട്ടർ മെട്രോയിൽ യാത്ര ചെയ്തുവെന്നാണ് കണക്കുകൾ. വേനൽ കടുത്തതോടെ സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുതിച്ചുയരുന്നു. പ്രതിദിന ഉപയോഗം 100 ദശലക്ഷം യൂണിറ്റ് കടന്നു. ഇന്നലെ ഉപയോഗിച്ചത് 100-ന് മുകളിൽ 100.16 ദശലക്ഷം യൂണിറ്റാണ്. വൈകുന്നേരത്തെ ഉപയോഗം സർവകാല റെക്കോർഡിലും എത്തി. ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. ഹെയർ പ്ലാന്റിംഗ് നടത്തി ക്ഷയരോഗം പിടിപെട്ടവർ പോലുമുണ്ട് കേരളത്തിൽ. യോഗ്യതയില്ലാത്ത ഡോക്ടേഴ്സും അണുമുക്തമാക്കാത്ത ഓപ്പറേഷൻ തിയേറ്ററുമാണ് പ്രശ്നമായത്. കോഴിക്കോടും കൊച്ചിയിലും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് DMO റിപ്പോർട്ട് നൽകിയിട്ടും ആരോഗ്യ വകുപ്പ് നടപടി സ്വീകരിച്ചില്ല. 24 പരമ്പര തുടരുന്നു. അടിമുടി തട്ടിപ്പ്. ഓപ്പറേഷൻ തിയേറ്റർ അണുവിമുക്തമാക്കാതെയും യോഗ്യതയില്ലാത്തയാൾ ഓപ്പറേഷൻ ചെയ്തതുമൂലം രോഗിയുടെ തലയിൽ ക്ഷയം ബാധിച്ച ചിത്രമാണിത്. ലാഭക്കൊതി മാത്രം കൈമുതലായ സ്ഥാപനങ്ങളിൽ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ഞാനൊരു പേഷ്യന്റ് വന്നു, അവർക്ക് തലയിൽ TB വന്നു. പിന്നെ മുടിക്ക് പകരം വലിയ വലിയ ഉണ്ടകളാണ് വരുന്നത്. അവസാനം ഞാനത് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അത് TB ആണെന്ന് സ്ഥിരീകരിച്ചു. അതിനുള്ള 6 മാസം മരുന്ന് കഴിച്ചു. അത് സ്വന്തം വീട്ടിലൊരു ഫംഗ്ഷൻ വന്നപ്പോൾ പുറത്തിറങ്ങാൻ പറ്റാത്ത, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു വിഷയത്തിൽ നാട്ടുകാർ ഉണ്ടാവല്ലോ. ഇനി അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിനെതിരെ കോഴിക്കോട് DMO തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അംഗീകാരമില്ലാത്ത ഡോക്ടർമാർ ജോലി ചെയ്യുന്ന സ്ഥാപനം നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്നായിരുന്നു കോഴിക്കോട് DMOയുടെ കണ്ടെത്തൽ. എന്നിട്ടും അതേ സ്ഥാപനം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. കൊച്ചിയിൽ MG റോഡിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനത്തിൽ ഡോക്ടറല്ലാത്തയാൾ ഡോക്ടർ എന്ന് അവകാശപ്പെട്ടാണ് നിലവിൽ രോഗികളെ ശസ്ത്രക്രിയ ചെയ്യുന്നത്. ഞങ്ങൾ ആ സ്ഥാപനത്തിലുമെത്തി. ഡോക്ടറുടെ യോഗ്യത എന്തെന്ന് പോലും ജീവനക്കാർക്ക് അറിയില്ല. കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളിലൊന്നും ഇതുവരെ ഒരു മരണം സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ്
ആശ്വസിക്കാവുന്ന ഏക കാര്യം, അപ്പോഴും ഒരു മരണം സംഭവിക്കുന്നതുവരെ നാം കാത്തിരിക്കണോ എന്ന ചോദ്യമാണ് ആരോഗ്യവകുപ്പിനും പോലീസിനും നേരെ ഉയരുന്നത്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകളുണ്ട്. ഇപ്പോൾ കഷണ്ടി ഇന്നലെ അവിടെ ഇരിക്കുന്നു എന്നുള്ളേ ഉള്ളൂ. അവരുടെ മുടി വെച്ച് ഇല്ലാത്ത പ്രശ്നങ്ങൾ വരുത്തി വെക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ആ വാർത്ത. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ തേടുന്നവർ സൂക്ഷിച്ചും ജാഗ്രതയോടും കൂടി കൈകാര്യം ചെയ്യുക എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുകയാണ് ആ വാർത്ത. എന്തായാലും നമ്മുടെ വാർത്തായാത്ര മുന്നറിയിപ്പോടുകൂടി പൂർണ്ണമാവുകയാണ്. ഇനി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.